ആകാശവാണി. സൈബർ നിയമങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് കേരള പോലീസ് സൈബർ ഓപ്പറേഷൻസ് വിഭാഗം SP അങ്കിത് അശോകൻ മറുപടി നൽകിയ ഹലോ ആകാശവാണി ഫോൺ ഇൻ പരിപാടിയുടെ ശബ്ദലേഖനം ഇപ്പോൾ കേൾക്കാം. അതിഥിയോട് സംസാരിച്ചത് PA ബിജു. നമസ്കാരം സാർ. നമസ്കാരം. ശ്രോതാക്കൾ ഏറെ താല്പര്യത്തോടെ കേട്ടിരിക്കാനിടയുള്ള ഒരു വിഷയമാണ് ഇന്ന് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്, സൈബർ നിയമങ്ങൾ. ഫോണില്ലാത്തൊരു ജീവിതത്തെക്കുറിച്ച് നമുക്ക് ആലോചിക്കാൻ വയ്യാത്തൊരു കാലമാണിത്. ആ ഫോണിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് എല്ലാം കടന്നു വരുന്നു. അതുപോലെ ജീവിതത്തെ വളരെയധികം സഹായിക്കുന്നു. ഒപ്പം തന്നെ ജീവിതത്തെ തന്നെ തകർത്ത് കളയുന്ന പലതും ആ ഫോണിലൂടെ കടന്നു വരുന്നുണ്ട്. അതുപോലെ തന്നെ ലാപ്ടോപ്പുകളും മറ്റ് ഡിവൈസസും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഓൺലൈനായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. ഈ സമയങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ചർച്ചയും ചോദ്യോത്തര പരിപാടിയുമാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. ശ്രോതാക്കളെ വിരലങ്ങയെ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. ഒരു ഫോണിലൊരു കോള് വന്നാൽ, പരിചയമില്ലാത്തൊരു കോളാണ് ഇപ്പോൾ എടുക്കാൻ പേടിയാണ്. പലരും പറയും എടുക്കരുതെന്ന്. ഒരു ഫോൺ എടുത്താൽ പ്രശ്നമുണ്ടോ? ഒരു മെസ്സേജ് വായിച്ചാൽ പ്രശ്നമുണ്ടോ? അതോ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ പ്രശ്നമുണ്ടോ? വളരെ അടിസ്ഥാനപരമായി സാധാരണക്കാർ നേരിടുന്ന സംശയങ്ങളാണിതൊക്കെ. ഈ ഫോൺ ജീവിതത്തിലെ വളരെ നിത്യം ഉപയോഗിക്കുന്ന ഒരു ഇലക്ട്രോണിക് ഡിവൈസാണ്. ഇതിനകത്തേക്ക് നമ്മളൊരു ഫോൺ നമ്പർ എടുക്കുകയും മറ്റുള്ളവർക്ക് കൊടുക്കുന്നതും ആൾക്കാർക്ക് നമ്മൾ വളരെ ഈസി ആയിട്ട് കോൺടാക്റ്റ് ചെയ്യാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ്. പക്ഷേ ഇത് വളരെ കൂടുതലാവുമ്പോൾ ഏതൊരു മെസ്സേജ് ആണെങ്കിലും ഏതൊരു ഫോൺ കോൾ ആണെങ്കിലും എന്തൊരു ഇൻഫർമേഷൻ ആണെങ്കിലും നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്നത് വളരെ ആബ്സെൻറ്റ് മൈൻഡഡായിട്ട്, വളരെ അവെയർ അല്ലാത്ത രീതിക്ക് ആരാണ് വിളിക്കുന്നത്, എന്തിനാണ് വിളിക്കുന്നത്, നമ്മുടെ ഇൻഫർമേഷൻ അങ്ങോട്ട് പാസ് ചെയ്യുമ്പം സെൻസിറ്റീവായിട്ടുള്ള ഇൻഫർമേഷൻ, ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ പാസ് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ അവെയർ അല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഈ ചതിക്കുഴികളിലും ക്രൈമിലും ഒക്കെ പെട്ടുപോകുന്നത്. അല്ലാതെ ഫോൺ എടുക്കുന്നതിനോ ലിങ്ക് ക്ലിക്ക് ചെയ്യുന്നതിനോ മെസ്സേജ് വായിക്കുന്നതിനോ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മളതൊരു പ്രസൻ്റായിട്ട് അവെയറായിട്ട് മാത്രം ചെയ്താൽ മതി. നമ്മൾ ആബ്സെൻറ്റ് മൈൻഡഡായിട്ട് ചെയ്യുമ്പോഴാണ് നമ്മളത് പ്രശ്നങ്ങളിലേക്ക് ചെന്ന് ചാടുന്നത്. അപ്പോൾ അതിൽ അവെയർ എന്ന് പറയുമ്പോൾ നമ്മൾ ആ വരികൾക്കിടയിലൂടെ വായിക്കേണ്ടിയിരിക്കുന്നു. ചിലതൊക്കെ നമ്മൾ കുറേ കൂടെ സൂക്ഷ്മമായി കാണേണ്ടിയിരിക്കുന്നു എന്നല്ലേ അർത്ഥം? അതെ, അവെയർ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു മെസ്സേജ് വായിക്കുകയാണ്. അപ്പം അത് പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ചെയ്തു, അല്ലെങ്കിൽ നിങ്ങളുടെ KCB ബില്ല് അടച്ചിട്ടില്ല, ഇപ്പോൾ തന്നെ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അടയ്ക്കണം. അപ്പം പെട്ടെന്ന് പരിഭ്രാന്തരാവാതെ ഞാൻ കഴിഞ്ഞ മാസം എപ്പോഴാണ് അടച്ചത്, അല്ലെങ്കിൽ എൻ്റെ വീട്ടിലെ ഇലക്ട്രിസിറ്റി കട്ട് ചെയ്യാൻ ആരെങ്കിലും വന്നിരുന്നോ, അത്രയധികം പൈസ ഞാൻ അടയ്ക്കേണ്ടതുണ്ടോ, അല്ലെങ്കിൽ എൻ്റെ ബാങ്ക് അക്കൗണ്ട് ഇപ്പം ഫ്രീസ് ചെയ്യേണ്ട ആവശ്യകത എന്താണ്, എനിക്കറിയാവുന്ന ബാങ്ക് മാനേജറിനെയോ എൻ്റെ ലോക്കൽ ബ്രാഞ്ചിനെ എനിക്ക് വിളിക്കാമല്ലോ. അപ്പോൾ ഏതൊരു കാര്യത്തെ പറ്റിയും സൂക്ഷ്മമായി വായിച്ചു കഴിഞ്ഞാൽ തന്നെ അതിനകത്ത് എന്താണ് ഉദ്ദേശിക്കുന്നതെന്നും ആ സെൻസ് ഓഫ് അർജൻസി നമ്മളൊരു പാരലായിട്ടുള്ള വേറൊരു ട്രാക്കിലൂടെ ചെക്ക് ചെയ്തിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നമുക്ക് വീഴ്ച വരില്ല. അപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ കേൾക്കുന്നതോടൊപ്പം തന്നെ ചിലതൊക്കെ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോവുക കൂടി ചെയ്യണം. അതെ. അപ്പോൾ സാധാരണ സംഭാഷണങ്ങളിൽ നിന്ന് കുറച്ചും കൂടി ഒരു ശ്രദ്ധ ഫോൺ വഴിയോ അല്ലെങ്കിൽ മറ്റ് ഗാഡ്ജറ്റ്സ് വഴിയോ ഉള്ള ഒരു കമ്മ്യൂണിക്കേഷന് ആവശ്യമാണെന്നാണ് അതിൻ്റെ അർത്ഥം. തീർച്ചയായിട്ടും. കാരണം നമ്മളിപ്പം ശബ്ദം മാത്രമല്ല ഇപ്പം നമ്മളൊരു ഫോൺ കോളിലൂടെ അല്ലെങ്കിൽ ഒരു ഫോണിലൂടെ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. നമ്മുടെ പേഴ്സണലായിട്ടുള്ള ഇമേജസ്, വീഡിയോസ്, വാട്സപ്പ് സ്റ്റാറ്റസുകൾ, അതുപോലെ തന്നെ ഞാൻ പഠിച്ച സ്ഥലം, ഞാൻ വളർന്ന സ്ഥലം, എൻ്റെ അച്ഛനമ്മമാരുടെ ഡീറ്റെയിൽസ്, ഡേറ്റ് ഓഫ് ബർത്ത്, ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലം. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഫോണിലൂടെ നവമാധ്യമങ്ങളിലൂടെ പുറം ലോകത്തേക്ക് കൊടുക്കുമ്പം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഇത് തന്നെ യൂസ് ചെയ്ത് ഞാൻ ആയി മാറാൻ പറ്റും. ഞാൻ അറിയാതെ തന്നെ അയാൾ ഞാനായി മാറും. കാരണം എൻ്റെ പേഴ്സണൽ ഇൻഫർമേഷൻ ആളുടെ കയ്യിലുണ്ട്. ഇത് തന്നെ എൻ്റെ സുഹൃത്തിനെ വിളിച്ച് പറഞ്ഞാൽ എൻ്റെ സുഹൃത്ത് ചിലപ്പം വിചാരിക്കും ഞാനാണ് ഈ പറയുന്നതെന്ന്. ആ രീതിയിൽ ആ ഒരു ശ്രദ്ധ നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ഷെയർ ചെയ്ത് കഴിഞ്ഞാലും ഇത് തിരിച്ചെന്നിലേക്ക് വരാം, അല്ലെങ്കിൽ എന്നെ അറിയുന്ന മറ്റൊരാളിലേക്ക് ഞാനാണെന്ന് പറഞ്ഞ് ആരെങ്കിലും ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളൊരു ബോധ്യത്തോടു കൂടി നമ്മൾ കാര്യങ്ങൾ ഷെയർ ചെയ്യുക. പിന്നീട് നമ്മൾ ഷെയർ ചെയ്ത കാര്യം വേറൊരാൾ തിരിച്ചു വിളിച്ച് നമ്മളെ
പറ്റിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ചതിക്കുഴിയിൽ അകപ്പെടുത്താനോ ശ്രമിക്കുകയാണെങ്കിൽ ഇത് ഞാൻ ഓൾറെഡി ലോകത്തേക്ക് കൊടുത്തുവിട്ടൊരു ഇൻഫർമേഷൻ ആണെന്നും ഇതെന്തായാലും തിരിച്ചിങ്ങനെ തന്നെ വരുമെന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടായിരുന്നാൽ മതി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഉപകരണങ്ങൾ പലപ്പോഴും നമ്മൾ പാസ്വേഡുകളിട്ട് സൂക്ഷിക്കണം, പൂട്ടി വെക്കണം. ഒരു വീടിൻ്റെ കതക് പൂട്ടി വെക്കുന്നത് പോലെ അങ്ങനെ ചെയ്യണം, അങ്ങനെയുള്ള സംവിധാനങ്ങളുണ്ട്. അപ്പോൾ ആ പാസ്വേഡുകൾ ഇടയ്ക്കിടെ മാറ്റുന്ന രീതിയും ഉണ്ട്. അപ്പോൾ ഈ പാസ്വേഡുകളെ സംബന്ധിച്ച് നമ്മൾ സാധാരണ ആൾക്കാർ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ, പാസ്വേഡ് നമ്മൾ ഫോണിൽ തന്നെ സൂക്ഷിക്കുകയും ചെയ്യും. പലപ്പോഴും പാസ്വേഡ് എഴുതി മറ്റുള്ളവർക്ക് കാണാവുന്ന സ്ഥലങ്ങളിൽ എഴുതി വെക്കാറുണ്ട്, മറന്നു പോകാതിരിക്കാനൊക്കെ. ഇത്തരം വിഷയങ്ങളിൽ പൊതുവായിട്ടുള്ള ശ്രദ്ധ എന്താണ് വേണ്ടത്? വളരെ കറക്റ്റായിട്ടുള്ള രീതിക്ക് തന്നെയാണത് പറഞ്ഞത്. അത് നമ്മൾ വീട് സൂക്ഷിക്കുന്ന പോലെ തന്നെ, വീടിന് കതകിന് പൂട്ടിടുന്ന പോലെ തന്നെ ഇന്ന് നമ്മൾ ഡിജിറ്റൽ ലോകത്ത് നമുക്ക് കുറേ ഡിജിറ്റൽ അസറ്റുകളുണ്ട്. നമ്മുടെ ഡിജിറ്റൽ ഡേറ്റ, ഡിജിറ്റൽ ഫയൽസ്, എന്തിന് നമ്മുടെ സമ്പത്ത് പോലും ഇപ്പം ഡിജിറ്റലിയാണ്. ഡിജിറ്റൽ ഗോൾഡ്, ഡിജിറ്റൽ ബോണ്ടുകൾ, സ്റ്റോക്കുകൾ. അപ്പോൾ ഇതെല്ലാം നമ്മൾ സൂക്ഷിച്ചു വെക്കുന്ന ഒരു പാസ്വേഡ് പോലെ തന്നെയാണ്. അപ്പം നമ്മുടെ വിലപിടിപ്പുള്ള സാധനങ്ങൾ നമ്മുടെ വീട്ടിൽ വളരെ ശക്തി കുറഞ്ഞൊരു താഴോ പൂട്ടോ ആണ് നമ്മൾ ഇടുന്നതെങ്കിൽ അതിനത്രത്തോളം സെക്യൂരിറ്റിയേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് നമ്മുടെ പാസ്വേഡുകളും. പ്രത്യേകിച്ച് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഇൻഫർമേഷൻ എല്ലാം പുറത്തേക്ക് കൊടുത്തു കഴിഞ്ഞു. എൻ്റെ പേര്, സർനെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ഞാൻ പഠിച്ച സ്ഥലം, താമസിക്കുന്ന സ്ഥലം, ഇതിൻ്റെയൊക്കെ ഒരു കോമ്പിനേഷൻ തന്നെ ആയിരിക്കും ഒരു സാധാരണ വ്യക്തി എപ്പോഴും ഒരു പാസ്വേഡിൽ ഉപയോഗിക്കുക. അപ്പോൾ ഒരു അക്കൗണ്ട് നമ്പർ ബ്രേക്ക് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ഒരു ID ബ്രേക്ക് ചെയ്യണമെങ്കിലോ ഫ്രോഡ്സ്റ്റേഴ്സും സ്കാംസ്റ്റേഴ്സും ആദ്യം നമ്മുടെ ഈ പുറത്തേക്ക് കൊടുത്ത പേഴ്സണൽ ഇൻഫർമേഷൻ തന്നെ ഉപയോഗിച്ച് സോഫ്റ്റ്വെയറിലിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പം അത് തന്നെയാണ് ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട പാസ്വേഡിൻ്റെ കാര്യത്തിൽ. ഒട്ടും പ്രെഡിക്റ്റബിൾ ആയിരിക്കരുത്. അതായത് എൻ്റെ പേരും ഡേറ്റ് ഓഫ് ബർത്തും വെച്ച് പാസ്വേഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്നെ അറിയാവുന്ന എല്ലാവർക്കും അല്ലെങ്കിൽ ഞാൻ പുറത്തേക്ക് കൊടുക്കുന്ന ആ ഇൻഫർമേഷൻ അറിയാവുന്ന എല്ലാവർക്കും കൊടുക്കാൻ പറ്റും അത്. സോ ഒട്ടും പ്രെഡിക്റ്റബിൾ ആയിരിക്കരുത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള ആൽഫ ന്യൂമറിക്ക് മാത്രമല്ലാത്ത സ്പെഷ്യൽ കേസസും അതുമെല്ലാം ഉപയോഗിച്ച് തന്നെ പാസ്വേഡ് സെറ്റ് ചെയ്യണം. പിന്നെ ഇത് ചില ആൾക്കാർ ഇപ്പം ആപ്പുകളുടെയും ടെക്നോളജിയുടെയും പ്ലാറ്റ്ഫോമുകളുടെയും ഒരു അതിപ്രസരമായതുകൊണ്ട് നമുക്ക് തന്നെ ചിലപ്പം ഓർത്തിരിക്കാൻ പറ്റത്തില്ല. പക്ഷേ അതുകൊണ്ട് ആൾക്കാർ പലപ്പോഴും സിമ്പിൾ പാസ്വേഡ്സ് എല്ലാ പ്ലാറ്റ്ഫോമിലും ഒന്ന് തന്നെ ഉപയോഗിക്കും. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു പാസ്വേഡ് മറന്നുപോയി കഴിഞ്ഞാലും പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ 2 ഫാക്ടർ ഒതൻറ്റിക്കേഷനൊക്കെ ഉണ്ടെങ്കിൽ ഇന്ന് ഞാൻ ബാങ്കിൽ ലോഗിൻ ചെയ്തു, ഒരു മാസം കഴിഞ്ഞ് ലോഗിൻ ചെയ്യുമ്പോൾ എനിക്ക് ഓർമ്മയില്ലെങ്കിൽ ഫോർഗെറ്റ് പാസ്വേഡ് അടിച്ചാൽ മതി. 2 ഫാക്ടർ ഒതൻറ്റിക്കേഷൻ വെച്ചിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യാം. അപ്പോൾ അത് തന്നെ ഇടയ്ക്കിടയ്ക്ക് റീസെറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു വഴിയായി മാറും. കുറെ കൂടി ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കേണ്ട ഒരു വിഷയമാണിതെന്ന് തോന്നുന്നു. നമ്മുടെ ഒരു ശ്രോതാവ് ലൈനിലുണ്ട്, കേൾക്കാം. ഹലോ, സംസാരിച്ചു. എവിടെ നിന്ന് വിളിക്കുന്നേ? ഞാൻ മാവേലിക്കരയിൽ വിളിക്കുന്നത്. സംസാരിച്ചോളൂ സാർ. ഞാൻ ചോദിക്കുന്നത്, നമുക്ക് ഒരു വാട്സപ്പ് മെസ്സേജിന്റെ ഒരു പ്രശ്നം കാരണം നമുക്ക് നമ്മുടെ അടുത്തുള്ള ഒരു സുഹൃത്ത് കേസ് കൊടുത്തു. അപ്പോൾ നമ്മൾ ആ വാട്സപ്പ് സന്ദേശത്തിന് വേണ്ടിയിട്ട് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ അവരാണ് കേസ് കൊടുത്തത്. അപ്പൊ നമ്മുടെ ഫോണിൽ നിന്നാണ് ആ വാട്സപ്പ് മെസ്സേജ് പോയെന്നും പറഞ്ഞ് നമ്മുടെ ഫോൺ സൈബറിന് കൈമാറണമെന്ന് പറഞ്ഞു. അപ്പൊ അതിന് പോലീസുകാർ ഫോൺ മേടിച്ചു കഴിഞ്ഞപ്പോൾ എത്ര ദിവസം കൊണ്ട് നമുക്കത് റിട്ടേൺ കിട്ടും സാർ? അതറിയാനായിരുന്നു. അതിന്റെ പ്രൊസീജിയർ എങ്ങനെയായിരുന്നു എന്നറിയാൻ. നോക്കൂ, ഇപ്പം അത് കൃത്യമായിട്ട് ഇതിനകത്ത് കേസ് എടുത്തിട്ടുണ്ടോ FIR ഇട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. FIR എടുത്തിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ഫോണിൽ നിന്നാണ് ആ മെസ്സേജ് പോയിട്ടുണ്ടെന്നും അതൊരു ഒഫൻസായിട്ട് മാറിയെങ്കിലും ഈ ഫോണ് ആ കേസിലെ തൊണ്ടി സാധനം അല്ലെങ്കിൽ കേസ് പ്രോപ്പർട്ടിയായി മാറിക്കഴിഞ്ഞു. അപ്പം അതിനകത്തുനിന്ന് എവിഡൻസ് പോലീസിന് കളക്ട് ചെയ്യേണ്ടതുണ്ട്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, എവിഡൻസ് കളക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പോലീസിന് അത് വിട്ടുതരാം. അല്ലെങ്കിൽ അത് കോടതിയിൽ സബ്മിറ്റ് ചെയ്തതാണെങ്കിൽ നിങ്ങൾക്ക് കോടതിയിലേക്ക് പെറ്റീഷൻ കൊടുത്തിട്ട് കോടതിയിലേക്ക് ഒരു അപേക്ഷ കൊടുത്തിട്ട് ഇതിൻ്റെ എവിഡൻസ് കളക്ഷൻ കഴിഞ്ഞല്ലോ അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് കഴിച്ചിട്ട് എൻ്റെ നിത്യോപയോഗത്തിന് വേണ്ടിയിട്ട് ഈ ഫോൺ എനിക്ക് തിരിച്ചു തരണം എന്നുള്ളത് കോടതിയിലേക്ക് അപേക്ഷിക്കാം. അപ്പോൾ കോടതി നിങ്ങളുടെ ഭാഗവും പോലീസിന്റെ ഭാഗവും കേട്ടിട്ട് അതിനകത്തൊരു തീരുമാനം എടുക്കും. കോടതി മുഖാന്തരമേ ഫോൺ കിട്ടാൻ ചാൻസ് ഉള്ളോ ഇനി? കാരണം ഈ കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ടിട്ട് ഈ ഫോണിനകത്തുള്ള ഡീറ്റെയിൽസ് പോലീസ് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അത് ഫോറൻസിക് അല്ലെങ്കിൽ എൻ്റെ ഡേറ്റ റിട്രീവ് ചെയ്യാനുള്ള നടപടികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആ ഒരു വസ്തുവിൽ തീരുമാനമെടുക്കാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് ആവശ്യമുണ്ടെന്ന് നിങ്ങൾക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഫോറം അത് കോടതി തന്നെയാണ്. കോടതി തന്നെയാണ് അല്ലേ? അപ്പൊ ഞങ്ങള് പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് ചോദിക്കുമ്പോൾ അവര് പറയുന്നത് ഫോർമാലിറ്റീസ് കഴിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത് നമ്മളോട്.
അതെ, കാരണം പോലീസ് അത് സീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫോറൻസിക് ലാബിലേക്ക് അയക്കുകയും അല്ലെങ്കിൽ അതിൻ്റെ ഡേറ്റ റിട്രീവ് ചെയ്യുകയും അതിനുശേഷം അത് കോടതിയിലേക്ക് സബ്മിറ്റ് ചെയ്ത് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ നമുക്ക് ആ ഫോൺ തിരിച്ച് നിങ്ങൾക്ക് തരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രോസസ്സ്. ഓക്കെ സാർ, താങ്ക് യു. താങ്ക് യു. ഒരു ഫോൺ ഉപയോഗവുമായി ബന്ധപ്പെട്ട ഒരു മെസ്സേജുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രശ്നമാണ് അവരിപ്പോൾ ഷെയർ ചെയ്തത്. അപ്പോൾ ഒരു ഫോൺ മെസ്സേജ് ഒരാളെ ഒരു നിയമ നടപടികളിലേക്ക് വലിച്ചഴിക്കാൻ പ്രാപ്തിയുള്ളതാണെന്നുള്ളൊരു ഓർമ്മ എല്ലാവർക്കും വേണ്ടതാണ് അല്ലേ? അതെ അതെ, വളരെ കറക്റ്റാണ്. കാരണം ഇതിപ്പം പർട്ടിക്കുലർ കേസ് എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. എന്നിരുന്നാൽ കൂടെ ഇപ്പോൾ ഈ ഫോർവേഡിങ്ങിൻ്റെയും ഷെയറിങ്ങിൻ്റെയും സ്റ്റാറ്റസുകൾ ഇടുന്നതിൻ്റെയും ഒക്കെ ഒരു കാലമാണ്. നമ്മുടെ സ്റ്റാറ്റസ്, നമ്മുടെ ഷെയറിങ്, നമ്മളിട്ട മെസ്സേജുകൾ എത്ര പേര് കാണുക, നമ്മൾ പോപ്പുലർ ആവുക എന്നുള്ളതൊക്കെ ആയിരിക്കാം ചിലപ്പോൾ അതിൻ്റെ പിന്നിൽ നമ്മുടെ ഒരു മനസ്സിൽ നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷേ നമ്മൾ ഷെയർ ചെയ്യുന്നത്, നമ്മൾ സെൻഡ് ചെയ്യുന്നത് മറ്റൊരാളുടെ ഫീലിങ്ങുകളെ അഫക്റ്റ് ചെയ്യുകയോ ഒഫൻഡ് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നിയമത്തിൽ പ്രൊവിഷൻസ് അനുസരിച്ച് ഇതൊരു ക്രിമിനൽ ഒഫൻസായി മാറും. അതുകൊണ്ടാണ് നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും, ഒരു ഷെയർ ചെയ്യുമ്പോൾ പോലും എന്താണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്, അത് ആരെയൊക്കെ അഫക്റ്റ് ചെയ്യും, അത് വേറെ ആരെങ്കിലും ഒഫൻഡ് ചെയ്യുമോ, അതൊരു ക്രിമിനൽ കുറ്റമാണോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാതെ അന്ധമായി നമ്മൾ ഈ ഡിജിറ്റൽ ലോകത്ത് സഞ്ചരിക്കുമ്പോഴാണ് നമ്മൾ ഈ കുഴികളിൽ പോയി വീഴുന്നത്. ചിലപ്പോൾ നമ്മൾ അറിയാതെ ആയിരിക്കും സംഭവിക്കുന്നത് അല്ലേ? ഒരു ഫോർവേഡ് പോലും പ്രശ്നമാണ്. അതെ. അത് ഒറിജിനേറ്റ് ചെയ്ത ആൾ ആവണം തന്നെ നിർബന്ധമില്ല. ഒറിജിനേറ്റ് ചെയ്ത ആൾ ആവണമെന്ന് നിർബന്ധമില്ല. കാരണം നമ്മൾ അയക്കുന്ന മെസ്സേജ് ആർക്കാണോ ലാൻഡ് ചെയ്യുന്നത് അയാൾക്ക് നമ്മളാണ് അയച്ചു കൊടുത്തത്. സോ ഹീ ഓർ ഷീ ക്യാൻ ഒൺലി പോയിന്റ് ടു അസ് ഓർ ദി പേഴ്സൺ ഹൂ ഫോർവേഡഡ്. അതായത് ഈ ഇന്നാൾ അയച്ചു തന്നു എന്നായിരിക്കും പരാതി. ചിലപ്പോൾ നമ്മൾ വളരെ ഒഫൻസീവായിട്ടുള്ള മെസ്സേജ് ആവാം. ചിലപ്പോൾ നമ്മൾ ഷെയർ ചെയ്യുന്നതിനകത്ത് ചിലപ്പം എന്തെങ്കിലും ന്യൂഡിറ്റിയോ ഒബ്സിനിറ്റിയോ ഉണ്ടാവാം. അപ്പം അതൊക്കെ കുട്ടികൾക്കായി കഴിഞ്ഞാൽ അത് വേറൊരു പ്രൊവിഷനിലേക്ക് പോകും. പോക്സോ നിയമത്തിലെ കാര്യങ്ങളുണ്ട്. സ്ത്രീകൾക്ക് അയച്ചു കഴിഞ്ഞാൽ അതിന് നിയമത്തിന് അതിനകത്ത് പ്രൊവിഷൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ മതപരമായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്രൂപ്പിനെ ഒഫൻഡ് ചെയ്യുന്ന രീതിയിലുള്ള മെസ്സേജസ് ആവാം. സോ നമ്മൾ അയക്കുന്നത് നമ്മൾ വായിച്ചു കഴിഞ്ഞ് ശ്രദ്ധിക്കുക. എന്നിട്ട് അത് നമ്മൾക്ക് ആരെങ്കിലും അയച്ചു തന്നാൽ നമ്മൾ ഒഫൻഡ് ആവുമോ എന്നുള്ളതും ചെക്ക് ചെയ്യുക. നമ്മൾ ഒഫൻഡ് ആവുകയാണെങ്കിൽ പിന്നെ നമ്മൾ മറ്റൊരാൾക്ക് ഷെയർ ചെയ്താൽ എന്തായാലും അവരും സെൻസിറ്റീവായിട്ട് അതെടുക്കും, ഒഫൻഡ് ആവും. എന്നെനിക്ക് തോന്നുന്നത് പണ്ട് മുതലേ നമ്മുടെ സാധാരണ സംഭാഷണങ്ങളിൽ നമ്മൾ പാലിക്കേണ്ട ചില മര്യാദകളെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് മുമ്പ്. പക്ഷെ പലപ്പോഴും നമ്മളത് ശ്രദ്ധിക്കാറില്ല. നമ്മളിപ്പോൾ മറ്റൊരാളെക്കുറിച്ചുള്ള കുറ്റം കേൾക്കുകയും അതൊരല്പം കൂടി നമ്മുടെ കയ്യിൽ നിന്നിട്ട് മറ്റൊരാൾക്ക് കൈമാറുകയും ചെയ്യുന്ന രീതി നമ്മുടെ സാധാരണ ജീവിതത്തിലുള്ളൊരു കാര്യമാണ്. പക്ഷെ മുൻപൊന്നും ഇതൊരു തെളിവോ പ്രശ്നമോ ആയിരുന്നില്ല. പക്ഷേ ഒരു ഇലക്ട്രോണിക് ഉപകരണത്തിലൂടെ അത് കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ അത് നിത്യമായ ഒരു തെളിവായി അവശേഷിക്കുന്നു എന്നുള്ളതാണ് വാസ്തവമല്ലേ? ഇത് നമുക്ക് മായ്ച്ചു കളഞ്ഞാൽ ഡിലീറ്റ് ചെയ്താൽ തീരുമെന്നാണ് ആൾക്കാർ വിചാരിച്ചിട്ടുള്ളത്. അതിലെന്ത് മാത്രം വാസ്തവമുണ്ട്? ഈ നമ്മൾ പണ്ടത്തെ കാലത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ പല കാര്യങ്ങളും പറയും, കുറച്ച് ആൾക്കാർ കേൾക്കും, അത് പ്രശ്നങ്ങളൊന്നും ആയില്ല അല്ലെങ്കിൽ അത് മറ്റാരെയും ഒഫൻഡ് ചെയ്തിട്ടില്ല എങ്കിൽ അത് ക്രിമിനൽ കേസോ അങ്ങനെ നടപടികളോ ആയിട്ടൊന്നും വരത്തില്ല. പക്ഷേ ഡിജിറ്റൽ ഒരു യുഗത്തിലും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും എന്ത് നമ്മൾ ഇൻറ്ററാക്ട് ചെയ്ത് കഴിഞ്ഞാലും ഒരു ക്ലിക്ക് പോലും നമ്മളത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. എന്ത് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ഡേറ്റ ആണെങ്കിലും പ്രിസർവ് ചെയ്യും. നമ്മളെ ഡിവൈസിൽ ഡിലീറ്റ് ചെയ്തത് കൊണ്ട് ആ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ നിന്നത് മായുന്നില്ല. പോലീസിനും മറ്റ് ഏജൻസികൾക്കും എല്ലാം ഇത് റിട്രീവ് ചെയ്യാനുള്ള അധികാരങ്ങളും അതിനുള്ള സാങ്കേതിക വിദ്യയും അവൈലബിൾ ആണ്. സോ ഇത് പണ്ടൊക്കെ നാട്ടിൻപുറത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നടക്കുമ്പോൾ വേറെ ആർക്കും പ്രശ്നമൊന്നും ഉണ്ടായില്ല എന്ന് പറഞ്ഞ് ഡിജിറ്റൽ ലോകത്ത് നമുക്കങ്ങനെ പറഞ്ഞ് നടക്കാനോ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ അത് മായച്ചു പോകാനോ അങ്ങനൊരു അവസ്ഥയല്ല ഉള്ളത്. അടുത്തൊരു ശ്രോതാവ് ലൈനിലുണ്ട്. ഹലോ, നമസ്കാരം സാർ. നമസ്കാരം. ഹലോ, എൻ്റെ പേര് ബാലസുബ്രഹ്മണ്യം എന്നാണ്. ഞാൻ കല്ലിയൂരിലാണ് താമസിക്കുന്നത്. ഈ ആൻഡ്രോയിഡ് ഫോണും അല്ലാത്ത മറ്റേ ബട്ടൺ ടൈപ്പ് ഫോണും കൈമോശം വന്നാലേ നമ്മൾ ആ കൈമോശം വന്ന സ്ഥലം അറിയാമെങ്കിൽ ഏരിയ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്യുകയും അവരത് സൈബർ സെല്ലിനെ റെഫർ ചെയ്യുന്നതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷെ ഈ പലരും പറയുന്നത് ഇങ്ങനെ ഫോൺ കൈമോശം വരികയോ മോഷണം പോയി കഴിഞ്ഞാൽ തിരിച്ച് കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് എന്തുകൊണ്ടാണെന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. ഈ നമ്മുടെ കയ്യിൽ നിന്ന് ഫോൺ കൈമോശം പോയി കളഞ്ഞു പോവുകയോ അല്ലെങ്കിൽ മോഷണമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ
പോലീസ് സ്റ്റേഷനുകളിലേക്ക് പോവാം, സൈബർ സെല്ലുകളിലേക്ക് പോവാം. അവിടെ നമ്മുടെ പോലീസിന് നമുക്ക് ഫോൺ നമ്പറും നമ്മുടെ ഡീറ്റെയിൽസും കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഫോൺ ബ്ലോക്ക് ചെയ്യാൻ പറ്റും. അതിന് സെൻട്രൽ എക്യുപ്മെന്റ് ഐഡന്റിറ്റി രജിസ്റ്റർ CEIR എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. അപ്പം നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റും. പൊതുവെ സംഭവിച്ചു വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ, മോഷണം പോയൊരു കേസാണെങ്കിൽ ഇത് നമ്മൾ ഫോൺ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഫോണിനകത്ത് ആർക്കും ഫോൺ വിളിക്കാനോ ഫോൺ ഉപയോഗിക്കാനോ ഒന്നും പറ്റത്തില്ല. അത് ചാർജ് ചെയ്യുക, ചാർജ് ഔട്ട് ആവുക, അത്രയും മാത്രമേ പറ്റത്തുള്ളൂ. പക്ഷേ വേറെ ആരെങ്കിലും അതിനകത്ത് സിം ഇടുവാണെങ്കിൽ പിന്നെയും പോലീസിന് മെസ്സേജ് വരും. അതായത് ഈ മോഷണം പോയ ഫോണിനകത്ത് വേറെ ആരോ സിം ഇട്ടിട്ടുണ്ട്, അതിൻ്റെ ലൊക്കേഷൻ ഇപ്പം വേറെ ഏതെങ്കിലും സംസ്ഥാനമോ ഉത്തരേന്ത്യൻ സംസ്ഥാനമോ അല്ലെങ്കിൽ ഈസ്റ്റേൺ നോർത്ത് ഈസ്റ്റേൺ സ്ഥലത്താണെന്ന് പറഞ്ഞു വരും. അപ്പം ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പോലീസിന് അങ്ങോട്ടത്തേക്ക് പോയി അത് എടുക്കാൻ പറ്റുന്നതാണ്. അത് ഒന്നാമത്തെ. ഈ ഒരു വ്യവസ്ഥ ഇപ്പം സർക്കാർ കൊണ്ടുവന്നതിന് ശേഷം ഇപ്പം സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആൻഡ്രോയിഡ്, iOS അതുപോലുള്ള കൂടിയ ഫോണുകൾ ഇത് മോഷണം ചെയ്യുന്നവർക്ക് തന്നെ മനസ്സിലായി ഇത് പോലീസിന് തിരിച്ച് കണ്ടെത്താൻ പറ്റുമെന്ന്. അപ്പം ഇതിന്റെ പാർട്സ് ആക്കിയിട്ട്, അതായത് നമ്മുടെ കയ്യിൽ നിന്നൊക്കെ ഫോൺ നിലത്ത് വീണ് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ സ്ക്രീൻ പൊട്ടിപ്പോവും. നമ്മൾ സ്ക്രീൻ ഒറിജിനൽ വാറന്റി ഉള്ള പുതിയ പ്രൊഡക്റ്റ് മേടിക്കണമെങ്കിൽ ഇത്ര പൈസ കൊടുക്കേണ്ടി വരും. പക്ഷേ അപ്പം ഇത്തരത്തിലുള്ളൊരു മോഷണം പോയ സാധനങ്ങൾ അവരിങ്ങനെ അഴിച്ച് പാർട്സ് ആയിട്ട് വിൽക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ആ പാർട്സ് വളരെ കുറച്ച വിലയ്ക്ക് കിട്ടും. അപ്പം അങ്ങനെ ഒരു സംവിധാനം കൂടെ ഇതിന്റെ പുറകിലൂടെ നടക്കുന്നുണ്ട്. അതൊരു കാരണമാണ് ഈ നമുക്ക് കുറേ ഫോൺസ് ഒന്നും തിരിച്ച് എടുക്കാനും റിക്കവർ ചെയ്യാൻ പറ്റാത്തതും. രണ്ടാമത്തത്, ഇത് സഞ്ചരിച്ച് വളരെ ദൂര സ്ഥലങ്ങളിലേക്ക് പോവുകയും പിന്നീട് ആക്റ്റീവ് ആവാതിരിക്കുകയും ചെയ്യുന്നതും ഒരു രണ്ടാമത്തെ കാരണമാണ്. പക്ഷെ എപ്പോൾ ഇത് കളഞ്ഞു പോയി കഴിഞ്ഞാലും, മോഷണം പോയി കഴിഞ്ഞാലും പോലീസിനെ പരാതിപ്പെടുക, ഇത് ബ്ലോക്ക് ചെയ്യുക, നമ്മുടെ സിമ്മ് ഡ്യൂപ്ലിക്കേറ്റ് ആക്കി നമ്മൾ അടുത്ത സിം എടുത്ത് നമ്മുടെ ഇതിനകത്തേക്ക് യൂസ് ചെയ്യുക. ഇത്തരത്തിലുള്ള നടപടികൾ നമ്മൾ ചെയ്യേണ്ടതാണ്. ഇത് പൊതുജനങ്ങൾക്കും ഗവൺമെന്റിന്റെ പോർട്ടലുകളിൽ പോയി കഴിഞ്ഞാൽ CEIR എന്ന് ഗൂഗിൾ ചെയ്താൽ തന്നെ കിട്ടും. അതിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. ശരി. പിന്നെ ഞാൻ എന്റെ അറിവ് വെച്ച് ഈ പലരും പറയുന്നത് ഇങ്ങനെ ഫോൺ തിരിച്ച് പോലീസിൽ കളഞ്ഞു പോയോ മോഷണം പോയി തിരിച്ച് കിട്ടൂല. പക്ഷെ ഞാൻ ഒരിക്കൽ ഒരു പത്രവാർത്ത കണ്ടത്, മുൻ മുഖ്യമന്ത്രി AK ആന്റണി സാറിന്റെ ഫോൺ എങ്ങനെ കൈമോശം വന്നു അത് തിരിച്ച് കിട്ടിയെന്ന് കണ്ടു. അപ്പൊ ഞാൻ പറയുന്നത്, ഈ ഫോണ് തിരിച്ച് കിട്ടുകയാണെങ്കിൽ അവരിൽ നിന്ന് ചെറിയൊരു ഫീസ് ഈടാക്കിയിട്ട് കൊടുക്കുക. ഇപ്പോഴേ എനിക്കൊരു ഫോൺ കിട്ടി, ഞാൻ വന്ന് അതിന് സ്റ്റേഷനിൽ ഹാജരാക്കുന്നു. അപ്പോൾ സ്റ്റേഷനിൽ നിന്ന് അവർ കണ്ടുപിടിച്ച് ആ യഥാർത്ഥ ആളുടെ കൈ കൊടുക്കുമ്പോൾ അയാളിൽ നിന്ന് ഒരു ചെറിയൊരു ഫീസ് വാങ്ങിച്ചിട്ട്, അത് ഗവൺമെന്റിന് ഒരു വരുമാനമാവും. അതുകൊണ്ട് അങ്ങനെ ഗവൺമെന്റിലേക്ക് ഒരു പ്രപ്പോസൽ കൊടുത്തിട്ട് അതിന് അനുമതി വാങ്ങിച്ച് ഒരു ചെറിയൊരു ഫീസ് ഈടാക്കിയാൽ നന്നായിരിക്കും എന്നാണ് എന്റെ ഒരു സജഷനാണ്. അത് സാറൊന്ന് ഗവൺമെന്റ് തലത്തിൽ എടുക്കേണ്ട തീരുമാനമാണ്. പക്ഷെ ഫോണുകളെ പോയി കഴിഞ്ഞാൽ പലതും കിട്ടുന്നില്ല എന്നുള്ള ഒരു പരാതിയാണ് പൊതുവേ ഉള്ളത്. വളരെ കൃത്യമായിട്ടാണ് പറഞ്ഞത്. ആ പരാതി നിലനിൽക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ കേരള പോലീസ് ചെയ്യുന്നുണ്ട്. ഇദ്ദേഹം പറഞ്ഞ ആ ഒരു സജഷൻ അത് ഗവൺമെന്റ് തലത്തിൽ എടുക്കേണ്ട തീരുമാനമാണ്. പക്ഷേ പൊതുവെ പോലീസ് കൊടുക്കുന്ന സർവീസുകൾ നമ്മൾ ചാർജ് ചെയ്യാറില്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു പ്രോഫിറ്റ് ഓറിയന്റഡ് ആയിട്ടുള്ളൊരു സർവീസ് അല്ല പോലീസിങ്. സോ പ്രശ്നത്തിൽപ്പെട്ട് വരുന്ന ജനങ്ങൾക്ക് അവരുടെ കാര്യങ്ങൾ പരിഹരിച്ചു കൊടുക്കുക, പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. സജഷൻ വളരെ നല്ലതാണ്. പക്ഷേ തീരുമാനം അല്ലെങ്കിൽ ഭാവിയിൽ ചിലപ്പോൾ അതിനെപ്പറ്റി ചിന്തിക്കാം, ചിലപ്പോൾ തീരുമാനമെടുക്കാം. ഇപ്പം എന്തായാലും ഇത് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്, പബ്ലിക് സർവീസ് ആണ്. അതെ. നമ്മളിപ്പോൾ ഇദ്ദേഹം ഒരു ഫോൺ മോഷണത്തെക്കുറിച്ച് കൂടി സൂചിപ്പിച്ചു. സാധാരണയിൽ നമുക്ക് ഒരു ഫോൺ വാങ്ങിച്ചു കഴിഞ്ഞാൽ ചില കാര്യങ്ങളൊക്കെ നമ്മൾ കുറിച്ച് വയ്ക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യണമല്ലോ. മോഷണം പോയാൽ നമ്മൾ പോലീസിൽ കംപ്ലയിൻറ്റ് കൊടുക്കുമ്പോൾ അടിസ്ഥാനപരമായ ഫോണിനെക്കുറിച്ചുള്ള ചില വിവരങ്ങൾ ഹാൻഡ് ഓവർ ചെയ്യേണ്ടത്, അതേക്കുറിച്ചൊന്ന് പറയുമോ? അതായത് നമ്മളിപ്പം ആക്ച്വലി ഒരു ഫോൺ വാങ്ങിക്കുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ വാറണ്ടിക്ക് വേണ്ടിയിട്ട് വാറണ്ടി കാർഡും അതിൻ്റെ ബോക്സും എല്ലാം സൂക്ഷിച്ച് വെക്കാറുണ്ട്. ആ ബോക്സിനകത്ത് തന്നെ അതിൻ്റെ IMEI നമ്പറും ഡീറ്റെയിൽസും എല്ലാം തന്നെ കാണാൻ പറ്റും. ഇപ്പോൾ ഇനി ഏകദേശം നമ്മുടെ കയ്യിൽ നിന്ന് കളഞ്ഞു പോവുകയാണെങ്കിൽ, ആ ബോക്സ് നമ്മുടെ കയ്യിലില്ല അല്ലെങ്കിൽ ഡോക്യുമെൻറ്റ്സ് ഇല്ല എങ്കിൽ തന്നെ അതിൻ്റെ ഡിജിറ്റൽ കോപ്പി മോസ്റ്റ്ലി നമ്മൾ എവിടെ നിന്നാണ് വാങ്ങിച്ചത്, അല്ലെങ്കിൽ ഏതെങ്കിലും മാർക്കറ്റ് പ്ലേസിൽ നിന്നാണോ അല്ലെങ്കിൽ ഷോപ്പിൽ നിന്നാണെങ്കിൽ അവരുടെ കാണും. ഇനി അതും നമുക്ക് കിട്ടുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ ഫോൺ നമ്പർ ഉണ്ടല്ലോ, ആ ഫോൺ നമ്പർ പോലീസിൻ്റെ അടുത്ത് പറഞ്ഞാൽ മറ്റ് ഡീറ്റെയിൽസ് എല്ലാം പോലീസിന് തന്നെ എടുക്കാൻ പറ്റും. അപ്പം എന്ന് വാങ്ങിച്ച ഫോണാണ്, ഏത് മോഡലാണ്, അതിൻ്റെ IMEI നമ്പർ എന്താണ്, ഇതെല്ലാം പോലീസിന് തന്നെ എടുക്കാൻ പറ്റും. നമ്മുടെ ഫോൺ നമ്പർ മാത്രം ഓർത്ത് വെച്ച് അത് പറഞ്ഞാൽ മതി. പക്ഷേ ഇത് കളഞ്ഞു പോകുന്ന സമയത്ത് തന്നെ എത്രയും പെട്ടെന്ന് ഇത് പോലീസിലേക്ക് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ചില സമയങ്ങളിലൊക്കെ പെട്ടെന്ന് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് ട്രാക്ക് ചെയ്തിട്ട് അത് നമ്മുടെ ഒരു ജൂറിസ്ഡിക്ഷനോ നമ്മുടെ സംസ്ഥാനമോ അല്ലെങ്കിൽ അത് പാർട്സായി മാറുന്നതിന് മുമ്പ് തന്നെ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും.
പിന്നെ സൈബർ ക്രൈമുകളിലും പൊതുവെ ഫിസിക്കലായിട്ട് ഈ അസറ്റ് പോകുമ്പോഴും പൈസ നഷ്ടപ്പെട്ട് കഴിഞ്ഞാലും എന്തെങ്കിലും അല്ലാത്ത തരത്തിലുള്ള കംപ്ലയിൻസ് ആയിക്കോട്ടെ, അതിനകത്താണെങ്കിൽ എത്രയും പെട്ടെന്ന് ഇത് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് പൊതുജനങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അല്പം മുമ്പ് നമ്മൾ പാസ്വേഡുകളെ കുറിച്ച് സംസാരിച്ചു. ഈ പാസ്വേഡുകൾ ഫോണിൽ തന്നെ സൂക്ഷിക്കുക അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ തന്നെ സൂക്ഷിക്കുന്ന രീതി പലർക്കുമുണ്ട്. ഇതിൻ്റെ അപകടം എന്താണ്? ഈ പാസ്വേഡുകൾ ഫോണിൽ തന്നെ സൂക്ഷിക്കുന്നതും കമ്പ്യൂട്ടറിലും സൂക്ഷിക്കുന്നതും ഇപ്പം കൂടുതലായി ഉള്ള ആപ്ലിക്കേഷൻസും പ്ലാറ്റ്ഫോംസും ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക് അത് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്കാമുകളുടെ ഒരു മോഡസ് പ്രകാരം നമുക്കൊരു ലിങ്ക് അയച്ചു തരിക, നമ്മുടെ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ആവുന്നു, നമ്മുടെ ഫോണോ ലാപ്ടോപ്പോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറോ മൊത്തത്തിൽ ഹാക്ക് ചെയ്യപ്പെട്ടിട്ട് നമ്മുടെ ഡേറ്റ മൊത്തം അവർക്ക് കാണാം. അപ്പം നമ്മൾ നമ്മുടെ പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാത്തിൻ്റെയും താക്കോലുകൾ ഒരു ഫയലിനകത്താക്കി വെച്ചിരുന്നാൽ അവർക്കത് കൃത്യമായിട്ട് ഇത് യൂസ് ചെയ്യാനും ആക്സസ് ചെയ്യാനും പറ്റും. ഇതിന് അതൊരു വളരെ സിമ്പിളായിട്ടുള്ളൊരു വേർഡ് ഫയലിലോ നോട്ടിലോ ഒക്കെ കുറിച്ച് വയ്ക്കുന്നത് അപകടകരമാണ്. പക്ഷേ ഇപ്പോൾ പൊതുവേ ടെക്നോളജി കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നവർ പാസ്വേഡ് സൂക്ഷിക്കാൻ തന്നെ വേറെ ആപ്പുകൾ യൂസ് ചെയ്യാറുണ്ട്. അത് കുറച്ചും കൂടെ സെക്യൂറും അത് എൻക്രിപ്റ്റഡും ഒക്കെ ആയിരിക്കും. പക്ഷേ എന്നിരുന്നാൽ കൂടെ ഏറ്റവും നല്ലത് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ യൂസ് ചെയ്യുന്ന പാസ്വേഡുകൾ നമ്മളൊരു പുസ്തകത്തിൽ എഴുതി വെക്കുന്നത് കുറച്ചും കൂടെ സേഫ് ആയിരിക്കും, നമ്മുടെ വീട്ടിനകത്താണ്. പക്ഷേ എൻ്റെ ഒരു സജഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പാസ്വേഡുകൾ ഓർത്ത് വെക്കേണ്ട ആവശ്യമില്ല. ഇത് മറന്നു പോകുന്നതിൽ യാതൊരു തെറ്റുമില്ല. അത് വളരെ സ്വാഭാവികമാണ്. എനിക്കൊരു 50-60 ഓൺലൈൻ അക്കൗണ്ടുകൾ പല പല ബാങ്കുകളിലും അല്ലാതെ എൻ്റെ പ്രൊഫഷണലായിട്ടുള്ളതും പഠിച്ച സ്ഥലത്തെയും എല്ലാം ഉണ്ട്. ഇതെല്ലാം ഓർത്ത് വെക്കുക എന്ന് പറയുന്നത് പ്രായോഗികമല്ല. അതുകൊണ്ട് നമ്മൾ എടുക്കുന്ന എല്ലാ പ്ലാറ്റ്ഫോമുകളിലും 2 ഫാക്ടർ ഒതൻറ്റിക്കേഷൻ, നമ്മുടെ മൊബൈൽ നമ്പറുമായിട്ട് കണക്ട് ചെയ്യുക, ഇമെയിലുമായിട്ട് കണക്ട് ചെയ്യുക, നമ്മൾ ഫോർഗെറ്റ് പാസ്വേഡ് അടിക്കുക, പിന്നെ ഒരു സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ കാണും. ആ സെക്യൂരിറ്റി ക്വസ്റ്റ്യനും പക്ഷേ എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ആക്കി സെറ്റ് ചെയ്യരുത്. അതങ്ങനെ പൊതുവേ ഉള്ള വെബ്സൈറ്റുകളൊന്നും അത് സെറ്റ് ചെയ്യാൻ അങ്ങനെ അനുവദിക്കത്തില്ല. അപ്പോൾ ആർക്കും പ്രഡിക്റ്റബിൾ അല്ലാത്ത, എനിക്ക് മാത്രം അറിയുന്ന എൻ്റെ 5ാം ക്ലാസ്സിലെ അല്ലെങ്കിൽ 10ാം ക്ലാസ്സിലെ ആർട്ട് ടീച്ചർ, ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഭക്ഷണം, ഇതൊന്നും ചിലപ്പോൾ അതും കൂടെയൊക്കെ നമ്മളിപ്പോൾ വാട്സപ്പ് സ്റ്റാറ്റസിലൂടെയൊക്കെ അറിയാൻ പറ്റുമായിരിക്കും. പക്ഷേ എന്നിരുന്നാൽ കൂടെ അങ്ങനെ ഒട്ടും പ്രഡിക്റ്റബിൾ അല്ലാത്ത ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിക്കവർ ചെയ്തെടുക്കാം. അപ്പോൾ ഹാക്കിങ്ങിനെ കുറിച്ച് അങ്ങ് ഇപ്പോൾ ഇതിനിടയ്ക്ക് സൂചിപ്പിച്ചു. എൻ്റെ ഒരു എക്യുപ്മെൻ്റ് ഹാക്ഡ് ആണോ എന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റുമോ? സാധാരണക്കാർക്ക് അറിയാൻ പറ്റുമോ? ഒരുപക്ഷെ കൂടുതൽ ഈ സാങ്കേതിക കാര്യങ്ങൾ അറിയാവുന്നവർക്ക് തിരിച്ചറിയാൻ പറ്റുമായിരിക്കും. സാധാരണക്കാർക്ക് അറിയാനുള്ള എന്തെങ്കിലും സൈൻസ് ഉണ്ടോ? നമുക്ക് അറിയാൻ പറ്റും. നമ്മൾ ശ്രദ്ധിച്ച് നമ്മുടെ ഒരു ഡിവൈസിൻ്റെ ഒരു ഒരു പെർഫോമൻസ് ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ചിലപ്പം അസ്വാഭാവികത മനസ്സിലാക്കാൻ പറ്റും. ചില ആപ്ലിക്കേഷൻസൊക്കെ ബാക്കിൽ റൺ ചെയ്യുമ്പം നമ്മൾ നോർമലായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫോൺ പെട്ടെന്ന് ചൂടാവുക, പെട്ടെന്ന് ബാറ്ററി ഡ്രെയിൻ ചെയ്യുക. ഞാൻ തന്നെ എല്ലാ ആപ്പും ക്ലോസ് ചെയ്തിട്ടും ഇത് ബാറ്ററി ഡ്രെയിൻ ആവുന്നുണ്ട്. അത്തരത്തിലുള്ള അസ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻസ് എല്ലാം ഒന്നെടുത്ത് നോക്കുക. അങ്ങനെ അപ്പം പൊതുവേ എന്തെങ്കിലും വളരെ ഒരു ലോ ലെവൽ സ്കാം ആണെങ്കിൽ ചിലപ്പോൾ നമുക്കിത് കാണാൻ പറ്റും. പക്ഷേ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സ്കാമുകളുടെയും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സൈബർ കുറ്റവാളികൾ ഉപയോഗിക്കുന്ന ഒരു മോഡസിൻ്റെയും പ്രത്യേകത എന്ന് വെച്ചാൽ ചിലപ്പോൾ ആപ്പൊക്കെ ഒരു വളരെ അതിൻ്റെ ഒരു OS ലെവലിൽ അല്ലെങ്കിൽ രജിസ്ട്രി ലെവലിലൊക്കെ റൺ ചെയ്യുന്നതായിരിക്കും. നമുക്കത് കാണാൻ പറ്റില്ല. ആ ഒരു സമയത്ത് നമ്മൾ അങ്ങനൊരു ഒരു സംശയമുണ്ട്, നമുക്കതെന്തെങ്കിലും നമ്മുടെ ലെവലിൽ പരിഹരിച്ചേ പറ്റത്തോളം നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ ഫോണൊന്ന് റീസെറ്റ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം നമുക്ക് ബേസിക്കലി വേണ്ടത് നമ്മുടെ കോൺടാക്ട്സും പിന്നെ കുറച്ച് ഫോട്ടോസും കുറച്ച് ഡേറ്റയൊക്കെ ആയിരിക്കും. അതൊക്കെ നമ്മൾ സമയാസമയങ്ങളിൽ ബാക്കപ്പ് ചെയ്തിട്ടുണ്ട്. പൊതുവേ എല്ലാവരുടെയും ഇമെയിൽ IDയിലേക്കൊക്കെ ആയിരിക്കും ബാക്കപ്പ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മളൊന്ന് ഫാക്ടറി റീസെറ്റ് ചെയ്തിട്ട് ഫോണൊന്ന് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തുള്ള എല്ലാം പോവും. അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ സംശയം തോന്നുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് ക്രൈം പോയി അല്ലെങ്കിൽ പൈസ നഷ്ടപ്പെട്ടു അങ്ങനെ എന്തെങ്കിലുമൊക്കെ തോന്നുകയാണെങ്കിൽ പോലീസിനെ ഇൻഫോം ചെയ്യുന്നതും ചെക്ക് ചെയ്യുന്നതും നല്ലതായിരിക്കും. അടുത്തൊരു ശ്രോതാവ് ലൈനിലുണ്ട്. ഹലോ. സാറേ നമസ്കാരം. സാറേ നമസ്കാരം. സാറേ ഞാൻ ഉദയകുമാർ കൃഷ്ണപുരത്താണ് വിളിക്കുന്നത്. എനിക്കൊരു ചെറിയ സംശയം ചോദിക്കാനാണ്. പറഞ്ഞോളൂ. സാറേ ഞാൻ സർവീസ് ചെയ്യുന്ന സമയത്ത് ഒരാൾക്ക് ജാമ്യം നിന്ന് 1 ലക്ഷം രൂപ KSF കൊടുത്തായിരുന്നു. അപ്പൊ ഇതിനിടയ്ക്ക് അവർ വിളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പൊ അവർ വിളിച്ചാൽ ഫോൺ ഓഫ് ആക്കി വെക്കുക. അപ്പൊ നമുക്ക് സൈബർ സെല്ല് വഴി ഇവരുടെ അഡ്രസ്സ് കിട്ടുമോ എന്നറിയാനായിരുന്നു. ഇത് എവിടെ ജാമ്യം നിന്നതാണ്? നമ്മുടെ ഹരിപ്പാട് KSF ജാമ്യം നിന്നതാണ്. നോക്കൂ, ഇതിനകത്ത് ചിട്ടയ്ക്ക് ജാമ്യം നിന്നതാ.
ഇപ്പൊ 7 വർഷമായി 1 ലക്ഷം രൂപ തരാനുണ്ട്. ഇതൊരു അനക്കമില്ല. അപ്പൊ വിളിച്ചതൊന്നും അനക്കമില്ല. അപ്പൊ നമുക്ക് ഈ അഡ്രസ് ഒന്ന് കിട്ടുമെന്ന് അറിയാനായിരുന്നു സാറിനോട് ചോദിച്ചു. ബഹുമാനപ്പെട്ട സാറിന് എന്റെ നമസ്കാരം. ഇതിനകത്തൊരു സൈബർ കുറ്റകൃത്യം ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അവര് ഫോൺ എടുക്കാതിരിക്കുന്നത് നിങ്ങളും അവരും തമ്മിലുള്ളൊരു ഇരിപ്പ് വശം പോലെയാണ്. ഒരു ബന്ധമില്ല. നമ്മളെ വിളിച്ച പൈസ തരാമെന്ന് പറയുന്ന നല്ല ഒരു കാര്യമാണ്. അറിവില്ല ഇതിനെക്കുറിച്ച്. അതിനകത്ത് നിങ്ങൾക്കത് എന്നോട് ജോലി ചെയ്ത ആള് എന്നോട് ജോലി ചെയ്തെന്നാ പറയാ പേര് പറഞ്ഞു സാറേ. അതെ, ഇതിനകത്ത് പോലീസിന് അങ്ങനെ എടുത്തു തരാനോ അല്ലെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് എടുത്തു തരാനുള്ള നിയമപരമായിട്ടുള്ള ഒരു അധികാരമില്ല. അറിയാനായിരുന്നു എന്ത് ചെയ്യണം എന്നറിയാനായിരുന്നു സാറേ ചോദിക്കാന്. രേഖകളുണ്ടെങ്കിൽ പണം ഇടപാടിന്റെ മുൻപോട്ട് ഇത് പണമിടപാട് അല്ലെങ്കിൽ പണം നഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ ചതിച്ചതാണെങ്കിൽ അതിന് മറ്റ് നിയമ വശങ്ങളാണുള്ളത്. അതിന് കോടതിയെ സമീപിക്കാം, പോലീസിലേക്ക് പരാതി കൊടുക്കാം, അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാം. പക്ഷേ ഞാൻ ഒരു സംശയം ചോദിച്ചേ, ഈ നമ്പർ വെച്ച് ഒരു പരാതി കൊടുത്താൽ നമുക്ക് എന്തെല്ലാം ഇത് കിട്ടുമോ ആനുകൂല്യം? അതിനകത്ത് ഈ നമ്പർ വെച്ച് പരാതിയല്ല കൊടുക്കണം. നിങ്ങളുടെ ഇഷ്യൂ എന്ന് പറയുന്നത് ഫോൺ നമ്പർ അല്ല. നിങ്ങളുടെ ഇഷ്യൂ നിങ്ങൾ ജാമ്യം നിന്നിട്ട് പൈസ അയാൾ അടയ്ക്കാത്തത് കൊണ്ട് നിങ്ങളുടെ പൈസ പോകുന്നതാണ് ഇഷ്യൂ. ദാറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ. അത് സൈബറുമായിട്ട് റിലേറ്റഡ് അല്ല, അല്ലെങ്കിൽ ഫോൺ നമ്പറുമായിട്ട് റിലേറ്റഡ് അല്ല. അപ്പം അത് KSFയിലാണെങ്കിൽ അല്ലെങ്കിൽ കോടതിയിലാണെങ്കിൽ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലാണെങ്കിൽ ആ കാര്യങ്ങൾ എഴുതി സബ്മിറ്റ് ചെയ്യുക, റെപ്രസെന്റ് ചെയ്യുക. അതിന് അതിൻ്റെതായിട്ടുള്ള നിയമവശങ്ങളാണുള്ളത്. നമുക്ക് പോലീസിന് ഇതിന് 6-7 വർഷമായോണ്ടാ ചോദിച്ചത്, സംശയം ചോദിച്ചത്. എന്തെങ്കിലും തെറ്റുണ്ട് അതിൽ പുറക്കണക്കാ. ഒരാൾ ജാമ്യം നിൽക്കുമ്പോൾ മറ്റൊരാൾ അടച്ചില്ലെങ്കിൽ ഞാൻ അടച്ചുകൊള്ളാമെന്ന് എഴുതി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അവർ പണം എന്തെങ്കിലും വാങ്ങിയതിന്റെ രേഖകളോ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ മാത്രമല്ല നമുക്ക് അപേക്ഷിക്കാൻ. നമുക്ക് അദ്ദേഹം ജാമ്യം നിന്നതിന്റെ രേഖയും പിന്നെ അത് അടയ്ക്കാതിരുന്നപ്പോഴത്തേക്ക് റിക്കവറി വന്നതിന്റെ ഡീറ്റെയിൽസും എല്ലാം ഉള്ളപ്പം അതിൻ്റെതായിട്ടുള്ള പ്ലാറ്റ്ഫോമുകളിൽ പോലീസിലേക്കാണെങ്കിലും അല്ലെങ്കിൽ KSFയിലേക്കാണെങ്കിലും അദ്ദേഹത്തിന് അത് പരാതിയായിട്ട് എഴുതി കൊടുക്കാവുന്നതാണ്. സ്ത്രീകളും കുട്ടികളുമായി ബന്ധപ്പെട്ട നിരവധി അവരെ പ്രയാസപ്പെടുത്തുന്ന പല പ്രശ്നങ്ങളും ഈ പറഞ്ഞ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാവുന്നുണ്ട്. സ്വയം വിഷമിച്ചിരിക്കുകയാണ് ചെയ്യാറുള്ളത്. എന്തൊക്കെ കംപ്ലൈൻറ്റ് ചെയ്യാം, എന്തൊക്കെയാണ് ഈ കുറ്റകൃത്യങ്ങളുടെ ഗണത്തിൽപ്പെടുന്നവ, പരിഹാരം തേടാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയില്ല. അതിൻ്റെ ഒരു ലിസ്റ്റ് ചെയ്യാമോ? നമ്മളിപ്പം പ്രത്യേകിച്ച് സ്ത്രീകളും കുട്ടികളും ഡിജിറ്റൽ ലോകത്ത് നേരിടുന്ന പല പ്രശ്നങ്ങളുണ്ട്. ഒബ്സീനിറ്റി, അതുപോലെ തന്നെ ഇംപെർസണേഷൻ, ഡേറ്റ തെഫ്റ്റ്, അബ്യൂസീവ് ലാംഗ്വേജസ്, ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങൾ നമ്മൾ നേരിടുന്നുണ്ട്. മോശപ്പെട്ട ഭാഷ ഉപയോഗിക്കുന്നു, നഗ്നത പ്രദർശിപ്പിക്കുന്നു, അവരുടെ പേരുപയോഗിച്ച് അവരെ മറ്റു രീതിയിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ, ഇതൊക്കെയാണ് അല്ലേ? അതെ. ഇതിപ്പം നമ്മളിപ്പം ഒരു നവമാധ്യമത്തിൽ ഇപ്പം സോഷ്യൽ മീഡിയയിലോ ഇൻസ്റ്റാഗ്രാമിലോ ഒക്കെ നമ്മൾ അക്കൗണ്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മുടെ അക്കൗണ്ട് ആരെങ്കിലും ഒരാൾ അതിൻ്റെ ഡേറ്റ അല്ലെങ്കിൽ ഫോട്ടോസ് എല്ലാം ഡൗൺലോഡ് ചെയ്തിട്ട് വേറൊരു അക്കൗണ്ട് അതുപോലെ ചെയ്യാണ്. അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണലായിട്ടൊരു സാധനത്തിനകത്തേക്ക് ഹാക്ക് ചെയ്തിട്ട് നമ്മുടെ ഡേറ്റ എടുക്കുകയാണ്. പേഴ്സണലായിട്ടുള്ള പ്രൈവറ്റ് ആയിട്ടുള്ള ഇമേജസ് എടുക്കുകയാണ്. അതിൻ്റെ ഡാറ്റ തെഫ്റ്റും ഒക്കെ ഒരു അൺഓതറൈസ്ഡ് ആക്സസ് ഒക്കെ ഒരു കുറ്റകൃത്യമാണ്. അതുപോലെ തന്നെ എൻ്റെ ഫോട്ടോസ് ഡൗൺലോഡ് ചെയ്തിട്ട് വേറൊരാളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് മറ്റൊരാൾക്കാരെ ഇതാണ്. അപ്പോൾ ഐഡൻറ്റിറ്റി തെഫ്റ്റ് ഒരു കുറ്റമാണ്. പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ എതിരെയാണ് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ അല്ലെങ്കിൽ ഒബ്സീൻ ന്യൂഡ് ഇമേജസ്, അബ്യൂസീവ് ലാംഗ്വേജസ്, സെക്ഷലി കളേർഡ് റിമാർക്സ് ഒക്കെ ചെയ്യുന്നതെങ്കിൽ അതിന് പോക്സോ നിയമത്തിൽ പ്രാവിധാനങ്ങളുണ്ട്. ഇപ്പം പുതിയ ഭാരതീയ ന്യായ സംഹിതയിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള നിയമങ്ങളുണ്ട്. സോ നിയമം വളരെ കർശനമായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളെ എൻലിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിന് കൃത്യമായിട്ടുള്ള ശിക്ഷാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ തന്നെയോ ഈ സമീപകാലങ്ങളിലൊക്കെ നമ്മളെ വളരെയധികം വിഷമിപ്പിച്ചിട്ടുള്ള കാര്യമാണ് സാമ്പത്തിക ക്രമക്കേടുകൾ എന്നാണ്. ഓൺലൈനായിട്ട് വരുന്ന സാമ്പത്തിക ക്രമക്കേടുകൾ നമുക്കത് തിരിച്ചറിയുക എന്ന് പറഞ്ഞത് മുൻപ് സൂചിപ്പിച്ചതുപോലെ നമ്മൾ വിവേകപൂർവ്വം കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇത് വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? സാമ്പത്തിക ഒരു മുൾമുനയിൽ നമ്മളെ നിർത്തുന്ന ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ. അതെ, ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ സാമ്പത്തികമായിട്ടുള്ള സാമ്പത്തിക തട്ടിപ്പുകൾ, ഫിനാൻഷ്യൽ ഫ്രോഡുകൾ നടക്കുന്നത് മോസ്റ്റ്ലി നമ്മുടെ ഡേറ്റ നമ്മൾ പുറത്തേക്ക് എവിടെയെങ്കിലും കൊടുത്തിരിക്കുന്നത് യൂസ് ചെയ്തിട്ട് ആ അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്യുക, ആ അക്കൗണ്ടുകൾ യൂസ് ചെയ്യുക, അതിനകത്തുനിന്ന് പണമിടപാടുകൾ നടത്തുക. ഒന്ന്. രണ്ടാമത്തത് നമുക്ക് OTP എടുത്തിട്ട് അവർ ചെയ്യുക, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് തന്നെ അത് ട്രാൻസ്ഫർ ചെയ്യിക്കുക. രണ്ടാമത്തത്. മൂന്നാമത്തേന്ന് പറഞ്ഞാൽ നമുക്ക് അമിതമായിട്ടുള്ളൊരു ലാഭമോ അല്ലെങ്കിൽ എന്തെങ്കിലുമോ ഒക്കെ കിട്ടുമോ എന്ന് പറഞ്ഞ് നമ്മളെ മോഹിപ്പിച്ച് അതിനകത്തേക്ക് പൈസ
തട്ടിച്ചുകൊണ്ട് പോകുക. ഇപ്പോൾ ഈ ഒരു 2-3 കാറ്റഗറിയാണ് ഒരു ജനറലായിട്ട് നോക്കുന്നത്. ഇതിനകത്തെല്ലാം മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെൻസ് ഓഫ് അർജൻസി എപ്പോഴും ഈ ഫ്രോഡ്സ്റ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യും. അതായത് നിങ്ങൾ ഇപ്പോൾ ഡിജിറ്റൽ അറസ്റ്റിലായിപ്പോഴും, ഇപ്പോൾ നിങ്ങളെ കറണ്ട് കട്ട് ചെയ്യും, ഇപ്പം ബാങ്ക് ഉദ്യോഗസ്ഥർ ഇത് അടച്ചു വയ്ക്കും. ആ സെൻസ് ഓഫ് അർജൻസിയിൽ, ആ പേടിയിലാണ് ഈ പൊതുജനങ്ങളെ കൊണ്ട്, ആൾക്കാരെ, വിക്ടിംസിനെ കൊണ്ട് ഇവർ പൈസ ട്രാൻസ്ഫർ ചെയ്യിക്കുന്നതും ക്രെഡൻഷ്യൽസ് എല്ലാം കൈമാറ്റം ചെയ്യുന്നതും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ളൊരു കാര്യം വരുന്ന സമയത്ത് ഫിനാൻഷ്യൽ ഫ്രോഡുകൾക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് 1930 എന്ന് പറയുന്നൊരു ഹെൽപ്പ് ലൈൻ നമ്പറുണ്ട്. 1930 ജനങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെയാണ് കോൾ അറ്റൻഡ് ചെയ്യുന്നത്. അവരുടെ അടുത്ത് ഡീറ്റെയിൽസ്, കാര്യങ്ങൾ നമുക്ക് പറയാം. ഫോൺ നമ്പർ ആയിക്കോട്ടെ, ലിങ്ക് വഴിയായിട്ടുള്ള ഫിനാൻഷ്യൽ സ്കാം ആയിക്കോട്ടെ, ഇതെല്ലാം നോട്ട് ചെയ്തിട്ട് ആ ഫോൺ നമ്പേഴ്സ് ഡിസ്കണക്ട് ചെയ്യാനും ആ ലിങ്കുകൾ ടേക്ക് ഡൗൺ ചെയ്യാനും ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നവരെ കണ്ടെത്താനുമുള്ള നടപടിക്രമങ്ങളുണ്ട്. അത് കേരള പോലീസും സൈബർ ഡിവിഷനും ചെയ്തു വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത്തരത്തിലുള്ള അമിത ലാഭം, ട്രേഡിംഗ്, ഇൻവെസ്റ്റ്മെൻറ്റ്, ഇത്തരത്തിലുള്ള സ്കാമുകളിൽ നമ്മൾ പോയി പെടാതിരിക്കുക എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ പൊതുവേ സംഭവിച്ചു വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5-6 മാസമായിട്ട് നമ്മൾ ഏതെങ്കിലും ഇത്തരത്തിലുള്ളൊരു പദ്ധതിയിൽ ചേർന്ന് 1-2 ലക്ഷം രൂപയായിട്ട് എല്ലാ മാസവും ഇട്ട് ഒരു 10-12 ലക്ഷം രൂപ പോയി കഴിയുമ്പം പിന്നെ ഒന്നും തിരിച്ചു കിട്ടാതാവുമ്പോഴത്തേക്കാണ് നമ്മൾ മനസ്സിലാവുന്നത് ഒരു തട്ടിപ്പായിരുന്നു, ഒരു സ്കാം ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് പോലീസിൻ്റെ അടുത്തേക്ക് വരുന്നത്. എന്നിരുന്നാൽ കൂടെ നമ്മൾ കേസെടുക്കും, ആ പൈസ നമുക്ക് ഫ്രീസ് ചെയ്യാനും അത് ഏത് വഴിയാണ് പോയതെന്നും ഏതൊക്കെ അക്കൗണ്ട് വഴിയാണ് പോയതെന്നും കണ്ടുപിടിക്കാനുള്ള മെക്കാനിസംസ് ഉണ്ട്. അത് ചെയ്യുന്നുണ്ട്. ജനങ്ങൾക്ക് പൈസ പല സമയങ്ങളിലും നമുക്ക് തിരിച്ചെടുത്ത് കൊടുക്കാനും സാധിക്കുന്നുണ്ട്. മറ്റൊരു ശ്രോതാവ് ലൈനിലുണ്ട്. ഹലോ. നമസ്കാരം സാറേ, ഞാൻ ഈശ്വരൻ നമ്പൂതിരി, തലശ്ശേരി നിന്ന് വിളിക്കുന്നു. നമസ്കാരം, പറഞ്ഞോളൂ. പിന്നെ ഞാൻ എന്താ പറയുക, ഞാനൊരു ക്ഷേത്രത്തിൽ പൂജാരിയാണ്. വളരെയധികം എന്താ പറയേണ്ടത്, വളരെ ശ്രദ്ധയോടെ എല്ലാവരോടും സ്നേഹിച്ച് നല്ല വാക്കുകൾ മാത്രം സംസാരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം എന്റെ വൈഫിന്റെ ഫോണിലേക്ക് ഇപ്പൊ അടുത്ത്, മുമ്പ് ഉണ്ടായിട്ടുണ്ട്, ഇപ്പൊ അടുത്ത് ഒരു ദിവസം കുറെ പ്രാവശ്യം വിളിച്ച് അവസാനം ആരാണെന്ന് അവർ ചോദിച്ചു. അത് ചോദിച്ചപ്പം ഒരാണുങ്ങളാണ് സംസാരിച്ചത്, മെയിൽ വോയിസ് ആയിരുന്നു. എന്നിട്ട് എന്താ വേണ്ടത് ചോദിച്ചു. കുറെ കഴിഞ്ഞ് അദ്ദേഹം മറുപടി ഒരു ശരിയില്ലാത്തൊരു മറുപടിയാ പറഞ്ഞത്. അപ്പം ഒരു അറിയാത്ത ആളാണ്, അനോണിമസ് കോളാണ്, ആരും പേരൊന്നും പറഞ്ഞില്ല, ഒരു തോന്നിയവസ്ഥയാണ് പറഞ്ഞത്. എന്താ വേണ്ടത്, എന്താ എനിക്ക് മനസ്സിലായി. ഇത് പല സമയങ്ങളിലും അതിന് ഞാൻ എന്നോട് ഭാര്യ പറഞ്ഞു, നിങ്ങൾ വിളിച്ചിരുന്നു പറഞ്ഞു. എന്നിട്ട് ഞാൻ തിരിച്ചാണ് അതിലേക്ക് വിളിച്ചു. പക്ഷെ അപ്പാടെ കട്ടാക്കോണ ചെയ്തത്. പക്ഷെ തിരിച്ച് വിളിച്ചാലും ഈ വെറുതെ ഇങ്ങോട്ട് അയാള് തോന്നിയൊക്കെ പറഞ്ഞാൽ അങ്ങോട്ട് തിരിച്ച് പറയുക എന്ന സംസ്കാരം എനിക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാനൊന്നും പറഞ്ഞിട്ടില്ല, അദ്ദേഹം എടുത്തിട്ടില്ല, ഫോൺ എടുത്തിട്ടില്ല. അതെ, ഇതിപ്പം ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കാറുണ്ട്. ഇത്തരത്തിലുള്ള അനോണിമസ് കോളുകൾ വരിക, അസഭ്യം പറയുക, സ്ത്രീകൾക്ക് അസഭ്യമായിട്ടുള്ള അബ്യൂസീവായിട്ടുള്ള ലാംഗ്വേജിൽ സംസാരിക്കുക, ഇതൊരു കുറ്റമാണ്. അപ്പം ഇദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലശ്ശേരി പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ സൈബർ പോലീസ് സ്റ്റേഷനിലോ കൊണ്ടുപോയിട്ട് ഒരു കംപ്ലൈൻറ്റ് കൊടുക്കാവുന്നതാണ്. അപ്പം ഫോൺ നമ്പർ, ഏത് ഫോണിൽ നിന്നാണ് കോൾ വന്നതെന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുമ്പോഴത്തേക്ക് പോലീസിന് അതാരാണ് ചെയ്തതെന്ന് കണ്ടെത്താനും മറ്റ് നിയമ നടപടികൾ ചെയ്യാനും പറ്റും. അതായിരിക്കും അതിൻ്റെ ശരിയായിട്ടുള്ള വിധി. അപ്പം ആ പിന്നെ ആ നമ്പറിൽ കോളർ നോക്കി ബെസ്റ്റ് ഫ്രണ്ട് മാത്രമാണ് കണ്ടത്. അതെ, അത് നമുക്ക് അറിയത്തില്ല ഇപ്പം ആരാണ് അതങ്ങനെ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്, എന്താണ് പേരെന്ന്. അപ്പം തീർച്ചയായിട്ടും ഒരു പരാതി എഴുതി ഇത് അടിക്കടി ഇങ്ങനെ വരുന്നുണ്ട്, ശല്യം ചെയ്യുന്നുണ്ട്, അബ്യൂസീവായിട്ടുള്ള ഒഫൻസീവായിട്ടുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് എന്നുള്ളത് പരാതി കൊടുത്തു കഴിഞ്ഞാൽ പോലീസ് കൃത്യമായിട്ട് ഇത് കണ്ടുപിടിക്കാനോ അതിനകത്ത് നടപടി എടുക്കാനും പറ്റും. പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ നമ്പർ പ്രകാരം വ്യക്തിയെ കണ്ടെത്താൻ കഴിയുമല്ലേ? അതെ, കഴിയും. അതെ അതെ ആ വ്യക്തി എന്തായാലും പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവുമല്ലോ, ആ പേര് കണ്ടുപിടിക്കാൻ. അതെ, പോലീസിന് അത് കണ്ടുപിടിക്കാൻ കഴിയും. അതാണ് ശരിയായ രീതി, അത് തന്നെയാണ് അല്ലേ? അതെ അതെ. തിരിച്ചു വിളിച്ച് അങ്ങനെ ചീത്ത പറയാനല്ലല്ലോ ശരി. അത് ശരിയായിട്ടുള്ളൊരു നടപടിയല്ലല്ലോ. പിന്നെ നമ്മളും അതുപോലെ തന്നെ ഒരു കുറ്റക്കാരനായി മാറും. കുറ്റക്കാരനായി മാറിയുള്ളത്. അപ്പൊ കംപ്ലൈന്റ് ചെയ്താൽ മതി. അതെ അതെ. ഓക്കെ, ഈ സമയം ചോദിക്കട്ടെ, ഞാൻ ഈ വന്നു ചെയ്തോളാം. അതെ, താങ്ക് യു. പലപ്പോഴും ഇതുപോലുള്ള ഒരു ബുദ്ധിമുട്ടിക്കുന്ന കോളുകൾ വരുമ്പോൾ ആൾക്കാർ ആ നമ്പർ ബ്ലോക്ക് ചെയ്യാറുണ്ട്. അതൊരു പ്രതിവിധി ആണ്. അതൊരു പ്രതിവിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സേഫ് ചെയ്തു, പക്ഷേ അതിനെ ആ നമ്പർ റിപ്പോർട്ട് ചെയ്യുക,
അതുപോലെ തന്നെ ഞാൻ cybercrime.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ ഇത്തരത്തിൽ നടക്കുന്ന ഒഫൻസുകൾ റിപ്പോർട്ട് ചെയ്യാനുള്ളൊരു പ്ലാറ്റ്ഫോം തന്നെ അവിടെയുണ്ട്. അവിടെ പോയിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഡിസ്ക്രൈബ് ചെയ്തിട്ട് ഈ നമ്പറും എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ അത് നേരെ ആ പോർട്ടലിൽ നിന്ന് അതത് കൺസേൺ പോലീസ് സ്റ്റേഷനിലേക്കാണ് അഡ്രസ്സിൻ്റെ അടിസ്ഥാനത്തിൽ വരിക. അപ്പോൾ അത് പോലീസ് സ്റ്റേഷനിലേക്കും അത് ആക്ട് ചെയ്യുന്നതായിരിക്കും. നേരിട്ട് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോയി, പലപ്പോഴും സ്ത്രീകൾക്കൊക്കെ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലയിൻറ്റ് കൊടുക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകുമായിരിക്കും. പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലയിൻറ്റ് ചെയ്യണമെന്നില്ല, ഈ പറഞ്ഞ വെബ്സൈറ്റിൽ പോയാൽ മതി. ഈ cybercrime.gov.in അതിനകത്ത് പോയി കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ ഫ്രോഡ് അല്ലാത്ത മറ്റ് സൈബർ കുറ്റകൃത്യങ്ങൾക്ക് ഇരയാവുന്നവർക്കെല്ലാം അതിനകത്ത് നമുക്ക് അത് കാറ്റഗറി തിരിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കത് റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഈ കേരള പോലീസിൻ്റെ തുണ പോർട്ടലുണ്ട്. അതിനകത്തും ജനങ്ങൾക്ക് അവരുടെ പരാതികൾ കൊടുക്കാവുന്നതാണ്. അത് സൈബർ കുറ്റകൃത്യങ്ങൾ മാത്രമല്ല, എല്ലാ തരത്തിലുള്ള പരാതികളും അതിനകത്തേക്ക് കൊടുക്കാം. അതായത് പോലീസ് സ്റ്റേഷനിലേക്കോ അല്ലെങ്കിൽ ഏത് ഓഫീസിലേക്കാണോ അത് അഡ്രസ്സ് ചെയ്യുന്നത് അതിനകത്ത് അങ്ങോട്ടത്തേക്ക് അത് പോവുകയും അതിൻ്റെ റിയൽ ടൈമായിട്ടുള്ള ട്രാക്കിംഗ്, അത് എവിടെ എത്തിയിട്ടുണ്ട്, എന്താണ് അതിൻ്റെ പ്രോസസ്സ് എല്ലാം കാണാനും പറ്റും. അതുപോലെ തന്നെ കേരള പോലീസിൻ്റെ മൊബൈൽ ആപ്പുണ്ട്, പോൽ ആപ്പാണ്. അതിനകത്തും ഈ പരാതികൾ നമുക്ക് കൊടുക്കാനും അത് റിയൽ ടൈമിൽ ട്രാക്ക് ചെയ്യാനും നമുക്ക് പറ്റും. അങ്ങൊരു 2 ഫാക്ടർ ഒതൻറ്റിക്കേഷനെ കുറിച്ച് അല്പം മുമ്പ് സംസാരിച്ചിരുന്നു. 2 ഫാക്ടർ ഒതൻറ്റിക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്കത് നല്ലതാണല്ലോ. അങ്ങനെ നമ്പേഴ്സൊക്കെ ഇടയ്ക്ക് ചെയ്യേണ്ടി വന്നാൽ, അല്ല പാസ്വേഡ് ചേഞ്ച് ചെയ്യേണ്ടി വന്നാലൊക്കെ നമുക്കത് സഹായകമാകുമെന്നൊക്കെ പറഞ്ഞു. അതേക്കുറിച്ച് അല്പം കൂടി 2 ഫാക്ടർ ഒതൻറ്റിക്കേഷൻ എന്ന് പറഞ്ഞാൽ 2 കാര്യങ്ങൾ ചോദിച്ച് ഉറപ്പിക്കുക എന്നുള്ളതായിരിക്കും അല്ലേ? അതെ, അതായത് ഇപ്പം നമ്മൾ കതകിന് 2 താഴിടുന്ന പോലെ. അപ്പോൾ ഫസ്റ്റ് താക്കോല് ഉണ്ട്, രണ്ടാമത്തെ താക്കോലും കൂടെ ഇടണം. ഈ ആദ്യത്തെ നമ്മളിപ്പോൾ പല വെബ്സൈറ്റുകളിൽ കയറി കഴിയുമ്പോഴത്തേക്കും ഫസ്റ്റ് നമ്മൾ പാസ്വേഡ് അടിക്കുന്നു, അതിനുശേഷം നമുക്ക് ഹൈ സെക്യൂരിറ്റി OTP വരുന്നു. അതാണ് ആ സെക്കൻഡ് ഫാക്ടർ. ചില സ്ഥലങ്ങളിൽ നമ്മൾ QR കോഡായിരിക്കും സ്കാൻ ചെയ്യുന്നത്. ചിലപ്പോൾ നമ്മൾ വാട്സപ്പിലോ അല്ലെങ്കിൽ അതുപോലുള്ള പ്ലാറ്റ്ഫോമിലൊക്കെ വരുമ്പോൾ അത് രണ്ടാമത്. അപ്പം അത്തരത്തിലുള്ള പ്ലാറ്റ്ഫോമിലെ സെക്കൻഡ് ഫാക്ടർ എന്ന് പറയുന്നത് QR കോഡാണ്. ചിലർ ഗൂഗിൾ ഒതൻറ്റിക്കേറ്റർ, IT കമ്പനീസിലൊക്കെ വർക്ക് ചെയ്യുന്നവരുടെ മൊബൈലിൽ എപ്പോഴും ഒരു കോഡ് ഇങ്ങനെ ജനറേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതൊരു സെക്കൻഡ് ഫാക്ടറാണ്. അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ എപ്പോഴും ഒരു ഡബിൾ പ്രൊട്ടക്ഷനാണ്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ ഈ സ്കാംസ്റ്റേഴ്സൊക്കെ അയക്കുന്ന എന്തെങ്കിലും ലിങ്കുകളും കാര്യങ്ങളൊക്കെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഫോൺ തന്നെ ഹാക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ നമ്മുടെ ഫോണിനകത്ത് വരുന്ന മെസ്സേജസ് ഒക്കെ അവർക്ക് റീഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഫോൺ സുരക്ഷിതമാക്കുക എന്നുള്ളതാണ് ഏറ്റവും ബേസിക്കായിട്ട് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ അറിയാത്ത ലിങ്കുകളിൽ കയറി ക്ലിക്ക് ചെയ്യാതിരിക്കുക, വെബ്സൈറ്റുകളിൽ പോയിട്ട് വേണ്ടാത്ത ആപ്ലിക്കേഷൻസ് ഒക്കെ ഡൗൺലോഡ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ കണ്ടുവരുന്ന മറ്റൊരു പ്രവണതയാണ് ഈ APK ഫയൽസ്. അതായത് ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് അല്ലെങ്കിൽ ആപ്പിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്നതിൻ്റെ ബാക്കിൽ നിന്ന് കിടക്കുന്ന ഒരു ഫയലാണ് ഒരു APK ഫയൽ എന്ന് പറയുന്നത്. ആ ഫയൽ ഇപ്പം ഗൂഗിൾ സ്റ്റോർ അല്ലാതെ നേരിട്ട് ആൾക്കാർ അയച്ചു കൊടുക്കും. വാട്സപ്പിൽ നമുക്ക് ഫയലൊക്കെ അയച്ചു തരില്ല, PDF. അതുപോലെ ഇതും വരും. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഒരു സെക്യൂരിറ്റി വെറ്റിങ്ങോ അല്ലെങ്കിൽ അതിനകത്ത് എന്താണെന്നുള്ളത് ആരും ചെക്ക് ചെയ്തിട്ടില്ല. പൊതുവേ ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ പ്ലേ സ്റ്റോറിലും ഒക്കെ ഒരു ആപ്പ് അവർ ഡെവലപ്പ് ചെയ്യുന്നൊരു അപ്ലോഡ് ചെയ്യണമെങ്കിൽ അത് കൃത്യമായിട്ടുള്ള കുറേ പ്രൊസീജിയേഴ്സും സെക്യൂരിറ്റി വെറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടാണ്. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്ത ആപ്പുകൾ മാത്രം ഡൗൺലോഡ് ചെയ്യുക, ഷെയർ ചെയ്യുന്ന ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. നമ്മുടെ ഫോൺ സുരക്ഷിതമാക്കുക. അടുത്തൊരു ശ്രോതാവ്. ഹലോ, ചോദിക്കുന്നത് എന്താണ്, പറയാമോ? ഹലോ സാർ, നമസ്കാരം. നമസ്കാരം. എന്റെ പേര് ലതിക എന്നാണ്, പെരിങ്ങോടാണ് സ്ഥലം. എന്റെ 2 കാര്യങ്ങളെ കുറിച്ച് ഒരു സംശയ നിവാരണം വരുത്താനാണ് ഞാൻ സാറിനെ ഇപ്പൊ വിളിച്ചത്. ഒന്ന്, ഒരു വ്യക്തിയെ വ്യക്തിഹത്യ ചെയ്ത് അവരുടെ കുടുംബം തന്നെ നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ചെയ്യുന്ന ഫോണിലൂടെയുള്ള വ്യാജ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കൽ. അടുത്തത്, ഒരു വ്യക്തി ജീവിച്ചു നേടിയ സൽപ്പേര് നശിപ്പിക്കാൻ വേണ്ടി ബോധപൂർവം ചെയ്യുന്ന വ്യാജ ഫോൺ സന്ദേശങ്ങൾ കണ്ടുപിടിച്ചാൽ അവർക്കെതിരെ എന്ത് നിയമ നടപടികളാണ് എടുക്കാൻ കഴിയുക? ഇത്തരത്തിലുള്ള ഈ പറഞ്ഞ കുറ്റങ്ങൾ ആരെങ്കിലും ഒരാൾ ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് കൃത്യമായിട്ട് പോലീസിലേക്ക് കംപ്ലയിൻറ്റ് ചെയ്യാവുന്നതും അതിനായിട്ട് നിയമ നടപടി ചെയ്യാവുന്നതുമാണ്. ഇത് രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ ഇതിപ്പം ഒരു സിവിൽ ഡിഫമേഷൻ അല്ലെങ്കിൽ ക്രിമിനൽ ഡിഫമേഷനിലേക്കാണ് ഇത് വരിക. അപ്പം
ഒന്നാമത്തത് അത് വളരെ സിവിലായിട്ടുള്ളൊരു ഡിഫമേഷൻ മാത്രമാണ് നടക്കുന്നതെങ്കിൽ അത് നമുക്ക് കോടതി കൂടെ നമുക്ക് സമീപിക്കാവുന്നതാണ്. അപ്പം അതിനകത്ത് നമുക്ക് നിയമ നടപടികൾ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ സാർ, പല നമ്പറുകളിലും എന്റെ ഫോണിൽ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്, ഞാൻ ബ്ലോക്ക് ചെയ്തിട്ടില്ല. പല ഫോൺ നമ്പറുകളും നിങ്ങളുടെ ഫോണിൽ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണെന്നോ? എനിക്ക് അത്യാവശ്യം വിളിക്കേണ്ട നമ്പറുകൾ മാത്രമേ അതിൽ സേവ് ആക്കി ഇട്ടിട്ടുള്ളൂ. പക്ഷെ ഇതില് എനിക്ക് അത്യാവശ്യം വിളിക്കേണ്ടി വരുമ്പോൾ അത് വിളിക്കാൻ പറ്റാത്ത വിധം അത് ഞാൻ നോക്കിയപ്പോഴാണ് മനസ്സിലായത് അത് ബ്ലോക്ക് ചെയ്തിരിക്കുക. ഞാൻ ബ്ലോക്ക് ചെയ്തിട്ടും ഇല്ല. അപ്പൊ നിങ്ങളുടെ ഫോൺ വേറെ ആരെങ്കിലും ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? സാർ, ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഫോൺ നമ്പറിൽ സെയിം നമ്പറിൽ സിം മറ്റൊരാള് എടുത്തു അത് യൂസ് ചെയ്യാനാണ് ഇപ്പൊ മനസ്സിലാക്കിയിരിക്കുന്നത്. അങ്ങനെ ഒരേ നമ്പറിലുള്ള 2 സിമ്മുകൾ ഒരു സമയത്ത് പ്രവർത്തിക്കുന്നത് സാങ്കേതികമായിട്ട് സാധ്യമല്ല. പിന്നെ എന്നിരുന്നാൽ കൂടി ചിലപ്പോൾ നിങ്ങളുടെ ഐഡൻറ്റിറ്റി വേറെ ആരെങ്കിലും ഉപയോഗിച്ച് ഫോൺ ആരെങ്കിലും വിളിക്കുകയോ ഉപയോഗിക്കുകയോ ചെയ്യുന്നുണ്ടെന്ന് സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്കത് പോലീസ് സ്റ്റേഷനിലേക്കോ സൈബർ സെല്ലിലേക്കോ അതിൻ്റെ കംപ്ലയിൻറ്റ് കൊടുക്കാവുന്നതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ പറയുന്ന രീതിയിലുള്ള ഒരു കാര്യം നടക്കാൻ സാധ്യതയില്ല. കാരണം ഇപ്പോൾ കൂടെ ഈ നമ്പറിലേക്ക് വിളിച്ചപ്പം കണക്റ്റ് ആയല്ലോ. സാർ, ഇത് വ്യക്തമായി മനസ്സിലാക്കിയ കാര്യമാണ്. എന്റെ ഫോണിന്റെ സെയിം നമ്പറിൽ സിം എടുത്ത് ഇത് യൂസ് അത് വേറൊരു വിഷയമായിട്ടൊക്കെ നിൽക്കുകയാണ് സാർ. എന്റെ കുടുംബത്തിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങളായി നിൽക്കുന്ന ഒരു ഇതിന്റെ ഭാഗമായിട്ടാണിത്. ഒന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ട് കാര്യങ്ങളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് നന്നായിരിക്കും. ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് അല്ലെങ്കിൽ എൻ്റെ ഫോൺ നമ്പർ വേറെ ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത് നന്നായിരിക്കും. അതായിരിക്കും അതിൻ്റെ കറക്റ്റ് രീതി. വർക്കല പോലീസുമായി ഇത് ബന്ധപ്പെടാൻ കഴിയില്ല സാർ. അത് മറ്റൊരു വിഷയം, ഇത് സീക്രട്ട് ആയിട്ടുള്ളത് കൊണ്ട് ഇത് കോടതിയുമായിട്ട് നിയമ നടപടിയിൽ പോയാൽ ഇത് ശരിക്കും കാര്യങ്ങൾ അറിയാൻ പറ്റും. പിന്നെ ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ച കാര്യം സാറ് മറുപടി പറഞ്ഞു. കാരണം ഇത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് മാച്ച് പോകുമോ എന്നുള്ളത്. അപ്പൊ പോകില്ല എന്നാണ് സാർ ഇതിലൂടെ മറുപടി പറയുന്നത് ഞാൻ കേട്ടു. അത് നമ്മളിപ്പോൾ ഒരു ക്രിമിനൽ ഒഫൻസ്, അതായത് നമ്മുടെ ഒരു നേക്കഡായി ഒരു സാധാരണ വ്യക്തിക്ക് ഇപ്പോൾ ഫോണിനകത്തൊരു 10 ഫോട്ടോ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു, നമുക്ക് കാണാൻ കഴിയുന്നില്ല. പക്ഷേ അതിനകത്ത് ഇപ്പം നമ്മളിപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ ഒരു ഫോറൻസിക് അനാലിസിസോ നടത്തി കഴിഞ്ഞാൽ നമുക്കത് റിക്കവർ ചെയ്തെടുക്കാം. അപ്പം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണക്കാരന് അത് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റില്ല. ഒരു പോലീസ് ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാങ്കേതിക കേപ്പബിലിറ്റി ഉള്ള ആൾക്കാർക്കോ അത് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും. താങ്ക് യു. ബ്ലോക്ക് ചെയ്തിരിക്കുന്ന ഒരു കോൾ നമുക്ക് തന്നെ അൺബ്ലോക്ക് ചെയ്യാമല്ലോ. അത് അതെ, നമുക്ക് തന്നെ നമ്മുടെ ഫോണിൽ കാണാൻ പറ്റും, അൺബ്ലോക്ക് ചെയ്യാം. പോലീസിൽ കംപ്ലൈൻറ്റ് നമ്മൾ കൊടുത്തിട്ട് അതിൻ്റെ അവസ്ഥ എത്രയായി, എവിടം വരെ എത്തിയെന്ന് തിരിച്ചറിയാൻ ട്രാക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട്. അതെ, നമ്മുടെ തുണ പോർട്ടലിനകത്ത് തന്നെ നമുക്കത് കാണാൻ പറ്റും. നമ്മുടെ ആപ്ലിക്കേഷൻ ഇപ്പം സാധാരണ നമ്മളിപ്പം കേരള പോലീസിലേക്ക് നമ്മൾ പരാതി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ പരാതി നമ്പറും അതിൻ്റെ ഡീറ്റെയിൽസുമായിട്ട് നമുക്കൊരു SMS വരും. അതിനുശേഷം അത് ഏതെങ്കിലും ഓഫീസിലേക്ക് ഫോർവേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റാറ്റസ് നമുക്ക് ഓൺലൈനായിട്ട് കയറി നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അതുപോലെ തന്നെ അത് തീർപ്പാക്കുന്ന സമയത്ത് അതിൻ്റെ തീർപ്പായെന്നുള്ള SMS വരികയും നമ്മുടെ ഫീഡ്ബാക്ക്, അതായത് നമുക്ക് എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഒരു എക്സ്പീരിയൻസ്, നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടുണ്ടോ, കാര്യങ്ങൾ വ്യക്തമായിട്ടും കൃത്യത കൂടുകയാണോ ചെയ്തതെന്നുള്ള ഫീഡ്ബാക്ക് വരെ കൊടുക്കാനുള്ള സംവിധാനം ഇപ്പം കേരള പോലീസിൻ്റെ തുണ പോർട്ടലിലും മൊബൈൽ ആപ്ലിക്കേഷനിലും ഉണ്ട്. നമുക്കൊരു സൈബർ വോളണ്ടിയറായി പ്രവർത്തിക്കാൻ താല്പര്യമുണ്ട്. ഇക്കാര്യങ്ങളിൽ എനിക്ക് അറിവുള്ള ആളാണ്, എനിക്ക് പോലീസിനെ സഹായിക്കാൻ, പൊതുക്കാര്യങ്ങളിൽ സഹായിക്കാൻ സാധിക്കും എന്നുള്ളവർക്ക് അങ്ങനെ വോളണ്ടിയർ ചെയ്ത് മുമ്പോട്ട് വരികയാണെങ്കിൽ അവർക്ക് അതിനുള്ള അവസരമുണ്ടാവും. അതെ, നമുക്ക് ജില്ലാ പോലീസുകളുടെ കീഴിൽ സൈബർ വോളണ്ടിയേഴ്സായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കുറേയധികം ആൾക്കാരുണ്ട്. അതിന് പല സമയങ്ങളിലും ജില്ലാ പോലീസുകൾ അല്ലെങ്കിൽ കേരള പോലീസ് തന്നെ സ്പെഷ്യൽ ഡ്രൈവുകൾ നടത്തിയിട്ട് വോളണ്ടിയേഴ്സിനെ റിക്രൂട്ട് ചെയ്യാറുണ്ട്. നമുക്ക് cybercrime.gov.in പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരു സൈബർ വോളണ്ടിയർ ആയിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അതിനുശേഷം പോലീസ് അത് വെരിഫൈ ചെയ്തിട്ടാണ് അവരെ അക്സെപ്റ്റ് ചെയ്യുന്നത്. എന്നുവെച്ചാൽ അവർ വഴി രഹസ്യങ്ങൾ ചോർന്നു പോകാനൊന്നും പാടില്ലല്ലോ. അപ്പോൾ അതിനുള്ള സംവിധാനങ്ങൾ സൈബർ വോളണ്ടിയേഴ്സ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈബർ ക്രൈമിനെ പറ്റിയുള്ള അവയർനെസ് കൊടുക്കുക, ജനങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് ചെയ്തു കൊടുക്കുക. നമ്മളായിട്ട് ഒരു ക്രൈം ചെയ്യുന്ന ആളോ അല്ലെങ്കിൽ ഡേറ്റ ലീക്ക് ചെയ്യുന്ന ആളോ അല്ലെങ്കിൽ ഒഫൻസിൽ പെട്ട ആളോ ആവാൻ പാടില്ല. ഒരു കേസിൽപ്പെട്ട ആളൊന്നും ആവാൻ പാടില്ല. അടുത്തൊരു ശ്രോതാവിനെ നമുക്ക് ശ്രവിക്കാം.
ഹലോ. ഹലോ സാർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സാർ, എന്റെ ഫോണിൽ ഞാൻ ഡിജി ലോക്കർ ഡൗൺലോഡ് ചെയ്തിരുന്നു ആപ്ലിക്കേഷൻ. അപ്പോൾ അതിനുശേഷം അത് കംപ്ലീറ്റ് ചെയ്യാൻ വിട്ടുപോയി. പിന്നീട് ഒരിക്കലും അത് വീണ്ടും റീഓപ്പൺ ചെയ്തിട്ട് അതിൽ ചെയ്യാൻ ഒരുങ്ങപ്പോഴത്തേക്ക് സിം ഇൻസ്റ്റാൾഡ് എന്ന് എഴുതിയിട്ട് അതിൽ വേറൊരു സിം നമ്പറാണ് കാണിക്കുന്നത്. അതായത് എന്റെ നമ്പറിന്റെ ലാസ്റ്റ് 3 ഡിജിറ്റ്സ് 876 ആണ്, ഇതിൽ കാണിക്കുന്ന 873 ആണ്. എനിക്കത് ഒരു രീതിയിലും എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതുമില്ല. അത് മിസ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയാനും പറ്റുന്നില്ല. ഡിജി ലോക്കർ ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ ആദ്യം സ്വന്തം ഫോൺ നമ്പർ ആയിരുന്നോ കൊടുത്തിരുന്നത്? അതെ സാർ, എന്റെ ഫോണിൽ നിന്ന് തന്നെയാണ് ചെയ്തത്. അതിനുശേഷം ഇപ്പൊ ഡിജി ലോക്കർ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ എന്താണ് കാണിക്കുന്നത്? ഞാൻ ഡിജി ലോക്കർ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് സാർ വിൻഡോയില് സിം നമ്പർ 1 എന്നെഴുതിയിട്ട് 2873 എന്നാണ് എഴുതി കാണിക്കുന്നത്. പക്ഷെ എന്റെ സിം എന്ന് പറയുന്നത് 876 ആണ്. അതെയോ? അങ്ങനെ കാണിക്കേണ്ട ഒരു സാധ്യതയില്ല. ഒരു കാര്യം ചെയ്തോളൂ, നിങ്ങൾക്ക് ഫോണിൽ മാത്രമല്ല ഈ ഡിജി ലോക്കർ നമുക്ക് ഒരു കമ്പ്യൂട്ടറിൽ ബ്രൗസറിലും ഓപ്പൺ ചെയ്ത് നോക്കാൻ പറ്റും. അപ്പൊ അതിനകത്തൊന്ന് കയറിയിട്ട് ഒന്ന് ലോഗിൻ ചെയ്ത് നോക്കിയിട്ട് ഏതെങ്കിലും ഡിവൈസസോ അല്ലെങ്കിൽ മറ്റ് നമ്പേഴ്സോ അതുമായിട്ട് രജിസ്റ്റർ ആയിട്ടുണ്ടോ എന്നുള്ളത് നോക്കാൻ പറ്റും. അപ്പം അല്ലാതെ ഈ ഇത് വെച്ച് എന്റെ ഇമെയിൽ ഐ ഡി വെച്ച് കയറി നോക്കി, ആധാർ കാർഡ് വെച്ച് കയറുമ്പോഴത്തേക്ക് പിന്നെ OTP കോഡൊക്കെ എന്റെ ഫോണിൽ തന്നെയാണ് വരുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ അതൊരു പ്രശ്നമുള്ളതായിട്ട് ഈ നമ്പർ രജിസ്റ്റർ ആയി കിടക്കും സാർ. അതാണ് എനിക്കൊരു കാരണം. ഈ നമ്പറിലുള്ള ഒരാൾ പണ്ടൊരിക്കൽ അയാളുടെ സിം റീചാർജ് ചെയ്തപ്പോ, ഒരു ബംഗാളി റീചാർജ് ചെയ്തപ്പോ എന്റെ നമ്പറിലായി പോയതുകൊണ്ട് എന്നെ വിളിച്ചിട്ട് ഞാൻ അയാൾക്ക് തിരിച്ച് പൈസ ഇട്ട് കൊടുത്തായിരുന്നു. ആ നമ്പറിലേക്ക് റീചാർജ് ചെയ്ത് കൊടുത്തു. അങ്ങനെ ഒരു ഇതേ നമ്പറിൽ തന്നെയാണ് 873 അപ്പം എത്ര രൂപയായിരുന്നു തിരിച്ചിട്ട് കൊടുത്തത്? അത് 110 രൂപയ്ക്ക് അങ്ങോട്ട് ചാർജ് ചെയ്താണ് സാർ, മൊബൈൽ റീചാർജ് ചെയ്തതാണ്. ഓക്കെ, അത് എനിക്കിപ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ട് ഇത് കൃത്യമായിട്ട് അതിൻ്റെ ഒരു സൊല്യൂഷൻ എനിക്ക് പറയാൻ പറ്റത്തില്ല, കാരണം ഞാൻ ആ സ്ക്രീനൊന്നും കാണുന്നില്ല. നിങ്ങൾക്ക് ഏറ്റവും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന നിങ്ങൾക്ക് അക്ഷയ കേന്ദ്രത്തിൽ എവിടെയെങ്കിലും ഒന്ന് കൊണ്ടുപോയിട്ട് ഒന്ന് കാണിച്ചിട്ട് അവിടെ നിന്നൊന്ന് ഈ ഡിജി ലോക്കർ ഒന്ന് ആക്സസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെയും ചിലപ്പോൾ ഒന്ന് സഹായിക്കാൻ പറ്റുമായിരിക്കും. അതൊരു പോസിബിൾ ആയിട്ടുള്ളൊരു വേ ആണ്. ഓക്കെ സാർ, താങ്ക് യു. ഈ പണം മറ്റൊരാൾ അടച്ചു തിരിച്ചു തരിക, ഇതൊക്കെ ഒരു ഫ്രോഡുലൻ്റ് ആയിട്ടുള്ള ഇടപാടിൻ്റെ ഭാഗമായിട്ട് കണക്കാക്കാവുന്നതല്ലേ? അതെ, നമുക്ക് ഒട്ടും തന്നെ വിശ്വസിച്ചിപ്പം ഇത്തരത്തിലുള്ള ഇടപാടുകളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാലമാണ്. അതായത് ഒരാൾ വിളിച്ചിട്ട് നമ്മുടെ അടുത്ത് പറയുന്നു, ഞാൻ അറിയാതെയാണ് എനിക്ക് പൈസ ഇട്ടുപോയത്, ഇന്ന അക്കൗണ്ടിലേക്കൊന്ന് തിരിച്ചിട്ട് തരാമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് വരുന്നത് ഒരു അക്കൗണ്ടിലേക്ക്, ഞാൻ തിരിച്ചിട്ട് കൊടുക്കുന്നത് വേറൊരു അക്കൗണ്ടിലേക്കായിരിക്കും. അപ്പം നമ്മൾ അറിയാതെ തന്നെ ചിലപ്പോൾ ഏതെങ്കിലും ഒരു സൈബർ ക്രൈം നെറ്റ്വർക്കിൻ്റെ ഭാഗം നമ്മളാവും. ഇപ്പോൾ ഈ സൈബർ ക്രിമിനൽസിൻ്റെ ഒരു അക്കൗണ്ടിൽ നിന്ന്, വിക്ടിമിൻ്റെ അക്കൗണ്ടിൽ നിന്ന് വേറെ ഏതോ അക്കൗണ്ടിലേക്ക് 5 അക്കൗണ്ട് ജമ്പ് ചെയ്യിച്ച് പൈസ മാറ്റണം. അപ്പം അവരൊരു ഗള്ളിബിളായിട്ടുള്ള ഒരു സാധാരണക്കാരനെ വിളിച്ചിട്ട് ഈ അക്കൗണ്ടിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളും അറിയാതെ അതിനകത്തേക്ക് പെട്ടുപോകും. സോ അത് വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട കാര്യങ്ങളാണ് ഓൺലൈനായിട്ടുള്ള പൈസ ഇടപാടുകൾ. ഒട്ടും അറിയാത്ത ആൾക്കാർ വഴി ഇങ്ങനെ വന്നിരിക്കുന്ന കാര്യങ്ങൾ, പ്രത്യേകിച്ച് നമ്മൾ വിളിച്ചിട്ട് ഫോൺ നമ്പർ മാറിപ്പോയി തിരിച്ച് അതിനകത്തേക്ക് ഇട്ട് തരണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയത്തില്ല നമ്മൾ എത്ര ആപ്ലിക്കേഷൻസ് ആണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. ഓരോ ചെറിയ തുകയാണ് ചിലപ്പോൾ നമ്മളൊന്നും ആലോചിക്കാതെ ചെയ്തിരിക്കും. തുക ഇതിൻ്റെ അകത്ത് പ്രശ്നമല്ല. അതെ അതെ അതെ, തുക ഇതിനകത്ത് പ്രശ്നമല്ല. നമുക്കറിയില്ല നമ്മുടെ എന്ത് ഡീറ്റെയിൽസ് ആണ് അവർ എടുത്തുകൊണ്ട് പോകുന്നത്, എന്താണ് അവരുടെ മോഡസ് എന്ന് പറയുന്നത്. കാരണം സൈബർ ക്രൈം ലോകത്ത് എന്നും നമ്മൾ പോലീസ് ഉദ്യോഗസ്ഥർ നമ്മൾ ഏതൊരു മോഡസ്, ഏതൊരു സ്കാം വിധി തടയുമ്പോഴും അത് പുതിയ വിധികളും പുതിയ തരത്തിലുള്ള രീതികളുമായിട്ടാണ് എപ്പോഴും കുറ്റവാളികൾ രംഗത്ത് വരിക. അതുകൊണ്ട് സംശയദൃഷ്ടിയോടെ കാണേണ്ടിയിരിക്കുന്നു. അതെ അതെ, സംശയദൃഷ്ടിയോട് കൂടി കാണാം. നമുക്ക് സമയം തീരെ അറിയാം. ഒരാൾക്കൂടെ ലൈനിൽ എടുക്കാം. ഹലോ ഹലോ സാർ, നമസ്കാരം. നമസ്കാരം. വേഗം പറയുമോ? സമയം കുറവാണ്. ഞാൻ കോട്ടയം ജില്ല തമ്പലക്കാട് ഗോപാലകൃഷ്ണൻ. പറയൂ. എന്റെ സംശയം ഇതാണ്, നമ്മൾ ഈ ചില സൈറ്റുകളിൽ കയറുമ്പോൾ നെറ്റിൽ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ അവര് നമ്മുടെ ലൊക്കേഷൻ മറ്റു വിവരങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അത് അങ്ങനെ നമ്മളത് കൊടുക്കുന്നോണ്ട് ദോഷമുണ്ടോ ഒരു സംശയം. നമ്മള് മോസ്റ്റ്ലി ലൊക്കേഷൻ ചില സൈറ്റുകളിൽ ചോദിക്കും, മറ്റു വിവരങ്ങളും ചോദിക്കുന്നുണ്ട്, ഫോട്ടോസ് അങ്ങനെയൊക്കെ വരുന്ന. നമ്മളത്
യെസ് കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് ദോഷമായിട്ട് വരുമോ? അതായത് നമ്മുടെ ഡിവൈസിനകത്തിരിക്കുന്ന ഫോട്ടോസും ഡാറ്റയൊക്കെ ആക്സസ് ചെയ്യാൻ തരത്തിലുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ ആണെങ്കിൽ അത് ദോഷമായിട്ട് തന്നെ വരും ഭാവിയിൽ. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ, സാധാരണ നമ്മളൊരു ബ്രൗസർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഷെയർ യുവർ ലൊക്കേഷൻ, അലൗ യുവർ ലൊക്കേഷൻ, അലൗ ക്യാമറ, ഫോൺ എന്നൊക്കെ ചോദിക്കും. അപ്പം നമ്മളതിൻ്റെ ആവശ്യകത അനുസരിച്ചിട്ടാണ് നമ്മളത് എനേബിൾ ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പം നമ്മളൊരു സൂം കോളോ ഗൂഗിൾ മീറ്റോ അറ്റൻഡ് ചെയ്യാൻ പോവാണ്, ബ്രൗസറിൽ ഓപ്പൺ ചെയ്ത്, അപ്പം നമുക്ക് മൈക്കും ക്യാമറയും ഇല്ലാതെ പരിപാടി നടക്കില്ല. അതുകൊണ്ട് അപ്പം നമ്മളത് ആക്സസ് ചെയ്ത് കൊടുക്കണം. പൊതുവേ വെബ്സൈറ്റുകളെല്ലാം ലൊക്കേഷൻ ചോദിക്കും. അപ്പോൾ അത് നമ്മളെ പറ്റിയുള്ള ഡാറ്റ കളക്ട് ചെയ്തിട്ട് അവർക്ക് നമുക്ക് ക്യൂറേറ്റ് ചെയ്തിട്ടുള്ള പരസ്യ മെസ്സേജുകളും കണ്ടന്റും പുഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പൊതുവേ അത് ഡിസേബിൾ ചെയ്യുന്നതാണ് നല്ലത്. സാറേ, ഒരു സംശയങ്ങളുണ്ട്. അതിൽ നമ്മൾ ഈ ചില സൈറ്റുകളിലെ ചിലർ പറയുന്നതിനാ HTTPS എന്തോ ഉള്ള അത് ആണെങ്കിൽ കുഴപ്പമില്ല, അല്ലാതുള്ള സൈറ്റുകൾ അങ്ങനെ അതിനെ പറ്റി എന്താ സാറിന്റെ? അതെ, വളരെ നല്ലൊരു പോയിന്റ് ആണ് പറഞ്ഞത്. പൊതുവെ നമ്മൾ വെബ്സൈറ്റുകളിലേക്ക് കയറുമ്പോഴത്തേക്ക് അതിന്റെ ഇടത്തെ, അതായത് ലെഫ്റ്റ് ടോപ്പിലായിട്ട് ബ്രൗസർ സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്ത് ഒരു പൂട്ടിന്റെ ചിഹ്നമുണ്ട് അല്ലേ? അവിടെയാണ് ഈ HTTPS എന്ന് എഴുതിയിരിക്കുന്നത്. അതാണെങ്കിൽ അത് സെക്യൂർ ആണ്. അതായത് ഏതൊരു വെബ്സൈറ്റും ഒരു ഹോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു സെക്യൂരിറ്റി സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടതായിട്ടുണ്ട്. അതിന് SSL സർട്ടിഫിക്കറ്റ് എന്നാണ് പറയുന്നത്. അത് തേർഡ് പാർട്ടി കമ്പനീസ് അല്ലെങ്കിൽ ഏജൻസീസ് ആണ് അത് കൊടുക്കുന്നത്. അപ്പം ഒരു വെബ്സൈറ്റ് സെക്യൂർ ആണ്, അതിൻ്റെ സെക്യൂരിറ്റി സിസ്റ്റംസ് എല്ലാം കറക്റ്റ് ആണെങ്കിൽ ഇത്തരത്തിലുള്ള സർട്ടിഫിക്കറ്റ് അതിനകത്ത് ഇൻസ്റ്റാൾഡ് ആയിരിക്കും. അപ്പം ആ വെബ്സൈറ്റും നമ്മുടെ ബ്രൗസറും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ സെക്യൂർ ചെയ്യുന്നതാണ് ഈ സെക്യൂർ SSL എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ്. അതിൻ്റെ ചിഹ്നമാണ് ഈ പച്ച കളറിലുള്ള പൂട്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ HTTPS. അപ്പം HTTP എന്ന് പറഞ്ഞ ഒരു പ്രോട്ടോക്കോളാണ് ഒരു ഈ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത്. HTTPS എന്ന് പറഞ്ഞാൽ HTTP സെക്യൂർ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അത് നോക്കുന്നത് വളരെ നല്ലൊരു രീതിയാണ്. എല്ലാം നമുക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും അങ്ങനെ കിട്ടുകയില്ല. അതെ അതെ അതെ. പക്ഷേ യു ആർ എ വെരി അവെയർ പേഴ്സൺ. സംസാരിച്ചതിൽ വളരെ സന്തോഷം. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു. നമ്മളിപ്പോൾ കടകളിലൊക്കെ സാധനം വാങ്ങിച്ചിട്ട് പലപ്പോഴും നമ്മൾ പണമടയ്ക്കുന്നത് QR കോഡ് വഴി ഒക്കെയാണ്. അതെ. അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട എന്തെങ്കിലും വിഷയങ്ങളുണ്ടോ? അതെ, ഇത് QR കോഡിന്റെ തട്ടിപ്പുകളും പല സ്ഥലങ്ങളിലും നടക്കാറുണ്ട്. QR കോഡ് മാറ്റി വെച്ചു. ഇപ്പം നമ്മൾ ചെല്ലുന്നു 10 രൂപ, 50 രൂപ, 20 രൂപ, അല്ലെങ്കിൽ പൈസ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇപ്പം 5000, 10000 പോലും ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാലും ആ ഒരു ഓട്ടോ ആണെങ്കിലും അല്ലെങ്കിൽ ഒരു ഊബർ ആണെങ്കിലും ഒരു കടയാണെങ്കിലും അപ്പോൾ പേരെഴുതി കാണിക്കുന്നത് ഞാൻ ചോദിക്കും, നിങ്ങളുടെ പേര് ഇത് തന്നെ അല്ലേന്ന്. അപ്പം അദ്ദേഹം അതൊന്ന് പറയും. ചില സ്ഥലങ്ങളിൽ പേരെഴുതി കാണിക്കത്തില്ല. അപ്പം നമ്മൾ QR കോഡിനകത്ത് എഴുതിയിരിക്കുന്ന ഒരു നമ്പറുണ്ട്, ഒരു UPI കോഡാണ്. സം നമ്പേഴ്സ് അറ്റ് സംതിങ് അറ്റ് ദ റേറ്റ് ഓഫ് യെസ് ബാങ്കോ അങ്ങനെ എന്തെങ്കിലും. അപ്പം അത് തന്നെയാണോ ഞാൻ സ്കാൻ ചെയ്തപ്പോഴും കാണിക്കുന്നതെന്നും കൂടെ നിങ്ങൾ ചെക്ക് ചെയ്യണം. അപ്പം നമ്മൾ അവെയർ ആയിരിക്കുക, കണ്ണ് തുറന്ന് കാര്യങ്ങൾ വായിക്കുക, ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ബേസിക്കായിട്ട് ചെയ്യുന്നത്. നമ്മുടെ സമയം ഏതാണ്ട് അവസാനിക്കുകയാണ്. അങ്ങ് മുൻപ് പറഞ്ഞ ഫോൺ നമ്പറുകൾ, വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ്, അങ്ങനെ അങ്ങേക്ക് പുതിയ കാര്യങ്ങൾ പറയാനുള്ള അത്യാവശ്യ കാര്യങ്ങൾ പറഞ്ഞത് നന്നായിരുന്നു. അതെ, അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോൺ എന്ന് പറയുന്നത് നമുക്കൊട്ടും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഇലക്ട്രോണിക് ഡിവൈസാണ്. പക്ഷേ എത്രത്തോളം അത് നമ്മുടെ ഒരു ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഏകദേശം എത്ര സഹായിക്കുന്നു അത്രത്തോളം ഡേഞ്ചറസ് കൂടെയാണ്. പക്ഷെ നമ്മൾ എന്ത് ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്യുന്നു, എന്ത് ഷെയർ ചെയ്യുന്നു, ആരെ നമ്മുടെ ഫ്രണ്ട്സ് ലിസ്റ്റിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പുകളിലേക്ക് അക്സെപ്റ്റ് ചെയ്യുന്നു, നമ്മൾ ഏത് ഗ്രൂപ്പിൽ പോയി മെമ്പർ ആവുന്നു, ഇതെല്ലാം നമ്മൾ അറിഞ്ഞ് ചെക്ക് ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഗ്രൂപ്പുകളും ഡാറ്റയൊക്കെ എടുത്തൊന്ന് നോക്കുക. നമ്മൾ അറിയാതെ തന്നെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയി ചേർന്നിട്ടുണ്ടോ അതൊക്കെ ഒന്ന് വെറ്റ് ചെയ്യുക, ഒന്ന് ക്ലിയർ ചെയ്യുക. പിന്നെ ഈ പാസ്വേഡിൻ്റെ സേഫ്റ്റി, അതുപോലെ തന്നെ നമ്മുടെ ഫിനാൻഷ്യൽ ഡീറ്റെയിൽസിൻ്റെ സേഫ്റ്റി നോക്കുക. പിന്നെ ഏതെങ്കിലും സൈബർ ക്രൈമിൽ പെട്ട് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ പോലീസിനെ cybercrime.gov.in അല്ലെങ്കിൽ 1930 ബന്ധപ്പെടുക, പോലീസിനെ അറിയിക്കുക. ആ ഗോൾഡൻ അവറിൽ തന്നെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് പല പ്രശ്നങ്ങളും, സാമ്പത്തിക നഷ്ടമാണെങ്കിലും മറ്റ് ഡാറ്റ ലോസ് ആണെങ്കിലും ഇംപെർസണേഷൻ ആണെങ്കിലും അത് നമുക്ക് നിയമ നടപടി എടുക്കാനും അതിന് പരിഹാരം കണ്ടെത്താനും കഴിയും. ശ്രോതാക്കളുടെ വിവിധങ്ങളായ ഈ മേഖലയിലെ സംശയങ്ങൾക്ക് വളരെ വ്യക്തമായ മറുപടി നൽകിയ സൈബർ ഓപ്പറേഷൻസ് വിഭാഗം SP അങ്കിത് അശോകന് ശ്രോതാക്കളുടെ പേരിൽ നന്ദി അറിയിക്കുന്നു. മോസ്റ്റ് വെൽക്കം. താങ്ക് യു. സൈബർ നിയമങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക്
കേരള പോലീസ് സൈബർ ഓപ്പറേഷൻസ് വിഭാഗം SP അങ്കിത് അശോകൻ മറുപടി നൽകിയ ഹലോ ആകാശവാണി ഫോൺ ഇൻ പരിപാടിയുടെ ശബ്ദലേഖനമാണ് ഇതുവരെ കേട്ടത്. അതിഥിയോട് സംസാരിച്ചത് PA ബിജു.